വേട്ടക്കാർ അധ്യായം 29. ശിവജി! എസ് ഐ മാർത്താണ്ഡൻ അലറി വിളിക്കുകയായിരുന്നെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. ഉഷയെ ഒന്നും ചെയ്യരുത്. ഓഹോ! ശിവജി പുച്ഛിച്ചൊന്ന് ചിരിച്ചു. താൻ രാവിലെ എന്റെ വീട്ടിൽ വന്ന് കുറെ ഷോ നടത്തിയില്ലേ? സ്പിരിറ്റിൽ കത്തിക്കും എന്റെ അമ്മയും പെങ്ങളെയും എന്ന് പറഞ്ഞില്ലേ? ശാരിയുടെ കവളത്ത് കുത്തിപ്പിടിച്ചില്ലേ നീ? മാർത്താണ്ഡൻ മിടയിറക്കി. ചോരക്കൊതിയനായ ഒരു കാട്ടുമൃഗത്തിന്റെ രൗദ്രഭാവം അവന്റെ കണ്ണുകളിൽ ഇടയ്ക്കിടെ മിന്നിത്തെളിയുന്നത് അയാൾ കണ്ടു. ശിവജി സ്പിരിറ്റ് വീണ് കുതിർന്ന ഉഷയുടെ കവളത്ത് പതുക്കെ തലോടി. ഏടാ നായേ! തന്നെ പിടിച്ചിരുന്നവരെ കുടഞ്ഞെറിഞ്ഞ് മുന്നോട്ടായാൻ ശ്രമം നടത്തി നോക്കി മാർത്താണ്ഡൻ. കഴിഞ്ഞില്ല. ഇതിനിടെ അയാളുടെ കൈകൾ പിന്നിലേക്കാക്കി ബന്ധിച്ചു കഴിഞ്ഞിരുന്നു. മാർത്താണ്ഡൻ തീർത്തും നിസ്സഹായനായി. ഇപ്പോൾ മനസ്സിലായോടാ തനിക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലെന്ന്. ചുറ്റും കാക്കിപ്പടയുണ്ടെങ്കിൽ മാത്രമേ നീയൊക്കെ നെഞ്ചും വിരിച്ചു നിൽക്കൂ. അല്ലെങ്കിൽ മുന്നിൽ വരുന്നത് വല്ല പോക്കറ്റടിക്കാരനോ തേങ്ങ മോഷ്ടാവോ മറ്റോ ആയിരിക്കണം നിനക്കൊക്കെ മീശ പിരിച്ച് പേടിപ്പിക്കാൻ. ശിവജി പതുക്കെ തന്റെ മീശ പിടിച്ചുയർത്തി. ഞങ്ങൾ സ്പിരിറ്റ് കച്ചവടക്കാർക്ക് എസ് ഐ ആയാലും എസ് പി ആയാലും ഒരുപോലെ. പള്ളയ്ക്ക് കത്തികയറ്റി ഇടം വലൊന്ന് വെട്ടിച്ച് നെഞ്ചത്ത് കൈകുത്തി പിന്നോട്ടൊന്ന് തള്ളിയാൽ പിന്നെ താനൊക്കെ പോസ്റ്റോട്ടം മേശയിലെ പൊങ്ങത്തുള്ളൂ. കാണണോ? മാർത്താണ്ഡൻ പല്ലുഞരിച്ചു. അത് ശിവജിക്ക് ഇഷ്ടപ്പെട്ടില്ല. താനെന്താ പല്ലുകടിച്ച് പേടിപ്പിക്കാണോ? ഇവളെ, തന്റെ ഭാര്യയെ ഞാൻ കത്തിക്കുമ്പോഴും ഇങ്ങനെ പല്ലുകടിച്ച് പൊട്ടിക്കണേ? ശിവജി, അരുത്! മാർത്താണ്ഡന്റെ ശബ്ദം നിലവിളി പോലെയായി. ഒരു മിന്നൽ മാത്രം മതി സ്പിരിറ്റിൽ തീ ആളിപ്പിടിക്കാനെന്ന് അയാൾക്കറിയാം. വേണ്ട സാറേ. സാറിനെയൊക്കെ മര്യാദയ്ക്ക് വിട്ടാൽ ഇനിയും എന്റെ വീട്ടിൽ കയറി നരങ്ങുമെന്ന് തോന്നും. ഇല്ലടാ, ഞാൻ വാക്ക് തരാം. അയാൾ മയപ്പെട്ടു തുടങ്ങി. പോലീസിന്റെ വാക്കല്ലേ? കീറിയ അണ്ടർവെയർ പോലെയാ. എനിക്ക് വിശ്വാസമില്ല. ശിവജി ലൈറ്റർ ഉയർത്തി. സത്യമാടാ ഞാൻ പറയുന്നത്. നിനക്കെന്ത് വേണമെങ്കിലും ചെയ്തു തരും ഞാൻ. ആര് പറഞ്ഞാലും നിന്റെ നേർക്ക് ഞാൻ വരില്ല. പോരെ? ശിവജി ചിന്തിക്കുന്നത് പോലെ അല്പസമയം നിന്നു. ഇപ്പോഴത്തെ ഫാഷൻ അനുസരിച്ച് തന്റെ തുണി ഉരിഞ്ഞ് നിർത്തി ഫോട്ടോ എടുക്കേണ്ടതാ. തനിക്കതിൽ വലിയ നാണക്കേടൊന്നും തോന്നത്തില്ല. പക്ഷേ ഈ പെണ്ണുപിള്ളയും പിള്ളേരും അന്തസ്സോടെയാണ് കഴിയുന്നെങ്കിൽ അവർക്കത് മോശമല്ലേ? അവൻ അവരെ നോക്കി. തല കുനിച്ചിരിക്കുകയാണ് ഉഷ. കുട്ടികളാണെങ്കിൽ ആകെ ഭയന്നിരിക്കുന്നു. നമ്മൾ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാവുകയാണിവിടെ. ശിവജി മാർത്താണ്ഡന്റെ അടുത്തെത്തി. അയാൾ തലയാട്ടി. ഈ നിമിഷം മുതൽ താൻ എന്റെ ആളാണ്. ഞാൻ പറയുന്നത് ചെയ്യാം. വെറുതെ ഓശാരമൊന്നും വേണ്ട ശിവജിക്ക്. താൻ കരുതുന്നതിനേക്കാൾ നല്ലൊരു തുക തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും മാസപ്പടിയായിട്ട്. എന്താ? മാർത്താണ്ഡൻ സമ്മതിച്ചു. പക്ഷെ ഈ വാക്കിന് മാറ്റം വന്നാൽ പിന്നെ താനില്ല, തന്റെ കുടുംബവുമില്ല. മനസ്സിലായോ? ആയി. അഴിച്ചുവിട്ടേര്. ശിവജിയുടെ നിർദ്ദേശം കിട്ടിയ ഉടനെ അനുയായികൾ അയാളെ അഴിച്ചുവിട്ടു. അവൻ മുന്നോട്ട് ചെന്ന് മാർത്താണ്ഡന്റെ യൂണിഫോം പിടിച്ച് നേരെയിട്ടു. പിന്നെ ഉന്നം പിടിക്കുന്നത് പോലെ ആ കണ്ണുകളിലേക്ക് നോക്കി. ഒരു ചോദ്യം കൂടി. ആര് പറഞ്ഞിട്ടാണ് താൻ എന്റെ വീട്ടിൽ വന്നത്? വിശ്വൻ. രണ്ടാമതൊന്നും ചിന്തിക്കാതെ അയാൾ മറുപടി നൽകി. അപ്പോഴിനി അത്താഴം കഴിച്ചിട്ട് സാറും പെമ്പ്രോനോത്തിയും പിള്ളേരും ഉറങ്ങിയാട്ടെ. അവൻ തന്റെ കൂടെ വന്നവരെയും വിളിച്ചുകൊണ്ട് പുറത്തെ ഇരുട്ടിലേക്ക് മറഞ്ഞു. തീർത്തും പരാജിതനായ മാർത്താണ്ഡൻ ഭാര്യയും കുട്ടികളെയും അഴിച്ചുവിട്ടു. തരം കിട്ടുന്ന സമയത്ത് ശിവജിക്ക് കനത്തൊരു തിരിച്ചടി കൊടുക്കണമെന്ന് മനസ്സിൽ കുറിച്ചിടുകയും ചെയ്തു. നേരം പുലരുന്നതിന് മുൻപ് തന്നെ മുള്ളംകൊല്ലി പഞ്ചായത്തിന്റെ ഒട്ടുമുക്കാലും ഭാഗങ്ങളിൽ ഇന്ദ്രന്റെ വാടക വീട്ടിൽ സംഭവിച്ചത് അറിഞ്ഞു കഴിഞ്ഞിരുന്നു. വെളുപ്പിനോടുകൂടി ആളുകളുടെ പ്രവാഹം തുടങ്ങി. ആ പരിസരം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. കൊളവള്ളിയിലെ ജനകീയ സേന ഉഷാറായി തുടങ്ങി. മുള്ളു ശരീരത്തിൽ തറഞ്ഞിറങ്ങി ചോര വാർന്നുകൊണ്ടിരുന്ന ഗുണ്ടകളിൽ ഓരോരുത്തരെയായി ആ സംഘം കുഴിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ടു. അനന്തരം 2-3 മീറ്റർ നീളമുള്ള ചെറിയ തടിക്കഷ്ണങ്ങൾ അവരുടെ തോളിൽ വെച്ചിട്ട് കൈകൾ നിവർത്തിവെച്ച് അതിൽ ചേർത്ത് വരിഞ്ഞു കെട്ടി. ഇനി അവർ ഓടിപ്പോകുമെന്ന് പേടിക്കേണ്ട. 10 പേരെയും ഇത്തരത്തിൽ ബന്ധിച്ചു നിർത്തി. എന്നാലും ഇങ്ങനെയൊക്കെ വേണോ മോനെ? സുശീല സന്ദേഹത്തോടെ ഇന്ദ്രനോട് തിരക്കി. വേണം, അവൻ തീർത്തു പറഞ്ഞു. ഒരു പക്ഷേ ഇന്നലെ രാത്രിയിൽ ഇവർ നമ്മളെ കൂട്ടക്കൊല ചെയ്യത്തില്ലായിരുന്നോ? ഇവനൊക്കെ ചാട്ട കൊണ്ട് നല്ല അടി കൊടുക്കണം. ഭദ്രയ്ക്ക് ആവേശമായി. എന്നാൽ ലക്ഷ്മി മാത്രം അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അവൾ അകത്തേക്ക് വലിഞ്ഞു. പിന്നാലെ അരുണയും. ഗുണ്ടകളിൽ ആരെയും ആ നാട്ടുകാർക്ക് മുൻപരിചയം ഉണ്ടായിരുന്നില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളാണേലും ഇവനെയൊക്കെ ഈ ആൾക്കാരുടെ മുന്നിൽ വെച്ച് വിചാരണ ചെയ്യേണ്ട ഇന്ദ്ര. ചാക്കോ അടുത്തു വന്നു. വേണം പറഞ്ഞിട്ട് അവൻ ജനകീയ സേനയുമായി കൂടിയാലോചന നടത്തി ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. അതനുസരിച്ച് ഒന്നിന് പിന്നാലെ ഒന്നായി മെറ്റൽ റോഡിലൂടെ അവരെ സീതാമൗണ്ടൻ ജംഗ്ഷനിലേക്ക് നടത്തി. കൂക്കുവിളികളുമായി പുരുഷാരം പിന്നാലെ. നീയൊന്നും ഗുണ്ടകളല്ല, വെറും ഉണ്ടകളാടാ, കൊച്ചുകുട്ടികളെ പോലും വിളിച്ചു പറഞ്ഞു. പുതുമ നിറഞ്ഞ ഈ ജാഥ കാണാൻ ആളുകൾ റോഡിന് ഇരുവശത്തും തടിച്ചുകൂടി. ജംബു നേരത്തെ സീതാമൗണ്ടിലേക്ക് പോയി അവിടെ ചില ഏർപ്പാടുകൾ ചെയ്തിരുന്നു. ഗുണ്ടകളുടെ ജാഥ അവിടെ എത്തുമ്പോഴേക്കും കബനി കടന്ന് കർണാടകത്തിന്റെ ബോർഡറിൽ നിന്ന് വരെ ആളുകൾ അവിടെ എത്തിയിരുന്നു. 3 റോഡുകൾ ഒത്തുചേരുന്ന കവലയ്ക്ക് നടുവിൽ ഗുണ്ടകളെ നിർത്തി. പിടി വീണതിന് ശേഷം ഇതേവരെ ഗുണ്ടകൾ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. അപ്പോൾ മുള്ളംകൊല്ലി കൊട്ടാരത്തിന്റെ സിറ്റൗട്ടിൽ നിന്ന് ഇത്താപ്പ് മുതലാളി വൈരനോട് അലറുകയായിരുന്നു. നിനക്കും കൂടി പോയി അവന് പിടികൊടുക്കാൻ മേലായിരുന്നോടാ? മുതലാളി, ഞാൻ. അയാൾ പരുങ്ങി.
ഒറ്റ അക്ഷരം മിണ്ടരുത് നീ. മിണ്ടിയാൽ നിന്റെ പല്ല് ഞാൻ തല്ലിപ്പറിക്കും. എടാ, എന്തെങ്കിലും കെണി അവൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നിരീക്ഷിക്കണമെന്ന് നിന്നോട് പറഞ്ഞിരുന്നതല്ലേ? അയാൾ കൈ ചൂണ്ടി. ഒക്കെ നോക്കാൻ ആളിനെ ഏർപ്പെടുത്തിയിരുന്നതാ മുതലാളി. ഒരു കുഴപ്പമില്ലെന്ന് വിവരം കിട്ടുകയും ചെയ്തു. എന്നിട്ടെപ്പോഴാ അവൻ ഇത് പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല ഈ താപ്പു. നിന്നെപ്പോലെ അല്ലടാ അവൻ. ബുദ്ധിയും തന്ത്രവുമാ അവന്റെ ആയുധം. നിനക്കൊക്കെ ഇല്ലാത്തതും അതാ. ഇനി എന്ത് വേണമെന്ന് മുതലാളി പറഞ്ഞോ? ചാകേണ്ടി വന്നാലും അത് ഞാൻ ചെയ്തിരിക്കും. ഇനി അത് വേണ്ടി വരത്തില്ല. സീതാ മൗണ്ടില് അവനിപ്പോൾ ചെയ്തോണ്ടിരിക്കുക. വൈരന്റെ തല കുനിഞ്ഞു. സീതാ മൗണ്ടിലെ റോഡിന് നടുവിൽ നിന്നിരുന്ന ഗുണ്ടകൾക്ക് മുന്നിൽ ഇന്ദ്രൻ എത്തിയതും ബൂത്ത് നടത്തുന്ന വെളുക്കന്റെ ബൈക്ക് അനൗൺസ്മെന്റ് മുഴങ്ങി. ആളുകൾ അച്ചടക്കത്തോടെ നിൽക്കണം. നമ്മുടെ നേതാവ് ഇന്ദ്രൻ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഈ ഗുണ്ടകളെ വിചാരണ ചെയ്യാൻ പോകുകയാണ്. ഈ മുള്ളംകൊല്ലി പഞ്ചായത്തിൽ ഒറ്റയാളിന് പോലും ഗുണ്ടാ ഭീഷണി ഉണ്ടാവാൻ പാടില്ല. അതിന്റെ തുടക്കം മാത്രമാണിത്. നിങ്ങൾക്കൊക്കെ അറിയാം എന്റെ കാലിന് എന്താണ് സംഭവിച്ചതെന്ന്. ഒരു ഗുണ്ട തന്ന സമ്മാനം. ഇനി ഒരു ഗുണ്ടയും ഇവിടെ തലപൊക്കരുത്. ബൂത്തിന്റെ തിണ്ണയിൽ നിന്നിറങ്ങി റോഡിലേക്ക് മുടന്തി വന്ന വെളുക്കൻ മൈക്രോഫോൺ ഇന്ദ്രന് കൈമാറി. അവൻ എല്ലാവരെയും ഒന്ന് നോക്കി. ഞാൻ വരത്തനാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ഇന്ന് ഞാനും നിങ്ങളിൽ ഒരാളാണ്. നിങ്ങളുടെ സന്തോഷവും ദുഃഖവും ഒക്കെ എന്റെയും കൂടിയാണ്. നമുക്കിവിടെ സ്വസ്ഥമായി ജീവിക്കണം. അതിന് ചില ക്ഷുദ്രശക്തികളെ അമർച്ച ചെയ്യേണ്ടതുണ്ട്. അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ജനങ്ങൾ കരഘോഷത്തോടെയാണ് അവന്റെ വാക്കുകളെ സ്വാഗതം ചെയ്തത്. അവനെന്ന് കൈയുയർത്തിയപ്പോൾ അവർ തീർത്തും ശാന്തരായി. ഇന്ദ്രൻ തുടർന്നു. രാത്രിയുടെ മറവിൽ ഇവന്മാരെ പോലെ പലരും ഇവിടെ എത്തുന്നു. നിരപരാധികളെ കൊന്നൊടുക്കിയിട്ട് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ രക്ഷപ്പെട്ടു പോകുകയും ചെയ്യുന്നു. പക്ഷേ ലക്ഷ്യം ശരിക്കും എന്തായിരുന്നു? ആരായിരുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ? ഒന്നും നമ്മൾ അറിയുന്നില്ല. അത് പോരാ. കള്ളനാണയങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അത് ഇവന്മാരുടെ നാവിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇന്ദ്രൻ അവർക്ക് നേരെ തിരിഞ്ഞു. എന്നാൽ മറ്റെവിടേക്കോ നോട്ടം നട്ട് അലക്ഷ്യഭാവത്തിൽ നിൽക്കുകയാണവർ. അത്ര വേഗത്തിലൊന്നും ഇവർ വിട്ടുപറയില്ലെന്ന് ഇന്ദ്രന് തോന്നി. ഇവരുടെ ചങ്കുറപ്പ് ഇന്നലെ മുതലേ കാണുന്നതാണല്ലോ. ശരീരത്തിൽ മുള്ളുകൾ തുളഞ്ഞു കയറിയപ്പോൾ ഇവർ നിലവിളിച്ചതല്ലാതെ രക്തം വാർന്നു പോയിട്ടോ ശരീരത്തിൽ നീരി വന്നിട്ടോ ഒന്നും ഇവർ അനങ്ങിയിട്ടില്ല. ഏറ്റവും മുന്നിൽ നിന്നിരുന്നയാളോട് അവൻ തിരക്കി. എന്താ സുഹൃത്തെ തന്റെ പേര്? അയാൾ കേട്ടതായി പോലും നടിച്ചില്ല. ഇന്ദ്രൻ പതുക്കെ തലയാട്ടി. ഗുണ്ടച്ചേട്ടനെ പിണക്കമോ? അയാൾ പുച്ഛിച്ചെന്ന് ചിരിച്ചു. അവൻ തിരിഞ്ഞ് ചാക്കനെ നോക്കി. ഈ ചേട്ടനെ നാക്കില്ലെന്നാ തോന്നുന്നത്. ഞങ്ങളൊന്ന് നോക്കാം. ചാക്കനും ജമ്പുവും കൂക്കറും മുന്നോട്ട് വന്നു. തുറക്കടാ വായ്. അയാൾ അനങ്ങിയില്ല. ചാക്കൻ കൈ ചുരുട്ടി അവന്റെ താടിയലിൽ ഒറ്റയിടി. അറിയാതെ വായ് തുറന്നുപോയി അയാൾ. ഇവന് നാക്കുണ്ട് കേട്ടോ. കൂടുതൽ മേല് നോവാതെ പറഞ്ഞു കൊടുത്തേക്കടാ. നിന്റെ പേരെന്താന്ന്? ജമ്പു അവന്റെ കവളത്ത് പതുക്കെ ഒന്ന് മുട്ടി. നായേ. മുരളം പോലെയുള്ള ശബ്ദത്തോടെ അയാൾ കൈകെട്ടിയ തടിയുമായി ഒന്ന് കറങ്ങി. അടിയേറ്റ് ജമ്പു വേച്ചു വീണു. പക്ഷേ ചാക്കനും കൂക്കറും ചേർന്ന് പിന്നിൽ നിന്ന് അയാളെ ആക്രമിച്ചു. അയാൾ തറയിൽ കമിഴ്ന്നു വീണു. ചുണയുണ്ടെങ്കിൽ ഞങ്ങളെ അഴിച്ചുവിട്ടിട്ട് തല്ലി നോക്കടാ. നിങ്ങൾ നാട്ടുകാര് മൊത്തവും, ഞങ്ങൾ 10 പേരും. എന്താ? എങ്കിൽ അത് തന്നെ കാണട്ടെ. ചാക്കോച്ചേട്ടൻ അടങ്ങുന്ന ജനകീയ സേന ഒരുങ്ങി. പക്ഷേ ഇന്ദ്രൻ സമ്മതിച്ചില്ല. അത് വേണ്ട. നമ്മളെ കൈകൊണ്ട് കൊടുത്തില്ലെങ്കിലും കഴിഞ്ഞ രാത്രി മുഴുവൻ ഇവർ അനുഭവിക്കാനുള്ള നരകയാതന അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇവരും നമ്മളും തമ്മിൽ തല്ലുകൂടിയാൽ നമ്മളും ഇവരും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ ഗുണ്ടാപ്പണി ചെയ്യുന്നവരല്ല, അത് മറക്കരുത്. ജനം തെല്ലം നടങ്ങി. മഞ്ഞിനെ മാറ്റി സൂര്യൻ പതുക്കെ തലനീട്ടി തുടങ്ങി. ഇന്ദ്രൻ കൂക്കറുടെ കാതിൽ എന്തോ മന്ത്രിച്ചു. അവൻ പെട്ടെന്ന് പിൻവാങ്ങി. തിരികെ വന്നത് ഒരു കവർ മുളകുപൊടിയുമായാണ്. ഇന്ദ്രൻ ഒരടയാളം കാട്ടിയ ഉടനെ ജനകീയ സേന ബാക്കിയുള്ള 9 ഗുണ്ടകളുടെയും അരികിൽ ജാഗ്രതയോടെ നിന്നു. ഇന്ദ്രൻ തറയിൽ കിടന്നിരുന്ന ഗുണ്ടയുടെ ഷർട്ട് വലിച്ചു കീറി. അയാളുടെ പുറം മുഴുവൻ മുള്ളു കുത്തിക്കയറിയ പാടുകൾ കണ്ടു. മര്യാദ കൊണ്ട് നിന്റെ അടുത്ത് കാര്യം നടക്കില്ല. അതുകൊണ്ട് നീ സ്വയം ഇരുന്ന് വാങ്ങിയ വിധിയായി ഇത്. ഇന്ദ്രൻ അയാളുടെ പുറത്ത് മുളകുപൊടി വിതറി. ആ! ശരീരത്ത് മണ്ണെണ്ണ വീണ പാമ്പിനെ പോലെ അയാൾ പുളഞ്ഞു. ഭയങ്കരമായി ഒന്നലറി. എടാ! മറ്റു ഗുണ്ടകൾ മുന്നോട്ടാഞ്ഞു. എന്നാൽ ജനകീയ സേന അവരെ പിടിച്ചു നിർത്തി. അവർ വായിൽ വന്ന തെറിയൊക്കെ വിളിച്ചു പറഞ്ഞു. തറയിൽ കിടന്നിരുന്നവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. തടിവെച്ച് കെട്ടിയിരുന്നതിനാൽ അത് നടന്നില്ല. ഇനി നിന്റെ കണ്ണിൽ ഞാൻ മുളകുപൊടി വിതറും. അല്ലെങ്കിൽ പറഞ്ഞോ സത്യം. ഇന്ദ്രൻ അയാളുടെ അടുത്തിരുന്നു. എന്താ നിന്റെ പേര്? അയാൾ പല്ലമർത്തി കിടന്നു. ചാക്ക. ഇന്ദ്രൻ വിളിച്ചു. കുറച്ച് ചിരട്ട കത്തിച്ച് അതിന്റെ കനലുകൂടി കൊണ്ടുവാ. നല്ല വീതിയുള്ള ഇവന്റെ പുറത്ത് അതും കൂടി ഒന്ന് വിതറി നോക്കാം. ഇപ്പൊ കൊണ്ടുവരാം. ചാക്കൻ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. നോക്ക്. ഇന്ദ്രൻ തറയിൽ കിടന്നിരുന്നവന്റെ തലമുടിയിൽ പിടിച്ച് പതുക്കെ ഉയർത്തി. ചിരട്ടക്കനൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നിന്റെ പുറത്ത് വിതറാതെ മാറില്ല ഞാൻ. എന്റെ സ്വഭാവം പതുക്കെ പതുക്കെ മാറി വരികയാണ്. ഇവിടെ നിന്നെ ഒന്ന് രക്ഷിക്കാൻ ഒരുത്തന് വരുത്തുമില്ല. അതുകൊണ്ട് ഒറ്റ ചാൻസ് കൂടി തരാം. നിന്റെ പേര് പറയടാ. ഒരു നിമിഷം ചിന്തിച്ചിട്ട് അയാൾ നാവനക്കി. ചന്ദ്രൻ. ഇന്ദ്രൻ മൈക്ക് അവന്റെ മുഖത്തേക്ക് അടുപ്പിച്ചു പിടിച്ചു. വീട് മുത്തങ്ങയിൽ. ആരാ നിന്നെയൊക്കെ ഇവിടെ കൊണ്ടുവന്നത്?
വൈരൻ. അനുസരണയുള്ള കുട്ടിയെപ്പോലെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. വൈരൻ ഒരു ഇടനിലക്കാരൻ മാത്രമാണെന്ന് എനിക്കറിയാം. എത്രയായിരുന്നു കൊട്ടേഷൻ റേറ്റ്? 1,00,000. ആരാ പണം തന്നത്? ചന്ദ്രൻ മടിച്ചു. പറയടാ. ഇത്താപ്പ് മുതലാളി. അത് കേട്ട് ജനങ്ങൾ പരസ്പരം നോക്കി. പലർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്ദ്രൻ എഴുന്നേറ്റു. സത്യം ജനങ്ങൾ കേട്ടല്ലോ. മുള്ളംകൊല്ലി കൊട്ടാരത്തിലെ ഇത്താപ്പ് മുതലാളി. ഇവിടെ നടക്കുന്ന ചില മരണങ്ങൾക്കും പിന്നിലും ഗുണ്ടകളെ സൃഷ്ടിക്കുന്ന കാര്യത്തിലും അയാളുടെ കൈകളാണ്. അങ്ങനെയുള്ള അയാൾക്ക് നമ്മൾ എന്ത് ശിക്ഷ കൊടുക്കണം? കൊല്ലണം. ബൊക്കി വിളിച്ചു പറഞ്ഞു. കൊല്ലണം, കൊല്ലണം. ജനം അതേറ്റ് പിടിച്ചു. അതിന് നമുക്ക് അധികാരമില്ല. പക്ഷേ ഇതൊരു മുന്നറിയിപ്പായി അയാൾ എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ. അതല്ല ഇനിയും ഇങ്ങനെ നീങ്ങാനാണ് ഭാവമെങ്കിൽ എന്ത് വേണമെന്ന് നമ്മൾ അപ്പോൾ തീരുമാനിക്കും. ഇന്ദ്രൻ പറഞ്ഞു നിർത്തിയതും ഒരു പോലീസ് വാഹനത്തിന്റെ മൂളൽ കേട്ടു. എല്ലാവരും തിരിഞ്ഞു നോക്കി. പാഞ്ഞു വന്ന ജീപ്പ് ബ്രേക്കലറി നിന്നു. പുൽപ്പള്ളി എസ് ഐ ഇന്ദുചൂടനും പോലീസുകാരും ചാടിയിറങ്ങി. എന്താടാ ഇത്? ഗുണ്ടായിസമോ? എസ് ഐ ഒച്ചയുയർത്തി. കണ്ടത്തടിക്ക് മുണ്ടത്തടിയെന്ന് കേട്ടിട്ടില്ലേ സാറേ? ജീവിക്കണം ഞങ്ങൾക്കും. അതിനുവേണ്ടി ഒരു ചെറിയ മരുന്ന്, അത്രയേ ഉള്ളൂ. ഇന്ദ്രൻ പറഞ്ഞു. ഇതൊക്കെ ചെയ്യാൻ നീ ആരാടാ? കുതിച്ചെത്തിയ ഇന്ദുചൂടൻ ഇന്ദ്രനെ അടിച്ചു. പക്ഷേ ഇന്ദ്രൻ ആ അടി തടഞ്ഞു. ജനങ്ങൾ അമ്പരന്നുപോയി. നോക്കൂ സാറേ. ഇന്ദ്രൻ കൈ ചൂണ്ടി. നിങ്ങളുടെ ഈ വരവിന്റെ ഉദ്ദേശമൊക്കെ ഞങ്ങൾക്കറിയാം. ശരീരത്തിൽ കാക്കിയുണ്ടെന്ന് കരുതി അത് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണെന്ന് കരുതല്ലേ? ഇന്ദുചൂടന്റെ മുഖം ചുവന്നു. കാക്കിയില്ലെങ്കിൽ നീ എന്തു ചെയ്യും? എന്നെ തല്ലിയാൽ ഞാൻ തിരിച്ചു തല്ലും. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ അതൊന്ന് കാണട്ടെ. ഇന്ദുചൂടൻ കാക്കി ഷർട്ട് അടിച്ച് ഹെഡ് കോൺസ്റ്റബിൾ രവിശങ്കറെ ഏൽപ്പിച്ചു. ഇനി എന്ത്? ജനം ശ്വാസം അടക്കി പിടിച്ചു നിന്നു. അധ്യായം 30. കണ്ണിലൂടെ അസ്ത്രങ്ങൾ തൊടുക്കുന്ന ഭാവത്തോടെ എസ് ഐ ഇന്ദുചൂടൻ ഇന്ദ്രനെ നേരെ തിരിഞ്ഞു. യൂണിഫോം ഇല്ലെങ്കിൽ നീ ഏതാണ്ട് ഞൊട്ടുമെന്ന് പറഞ്ഞല്ലോടാ നാറിയുടെ മോനെ. ദാ ഞാൻ യൂണിഫോം മാറ്റിക്കഴിഞ്ഞു. നീയൊന്ന് ഞൊട്ടിക്കേ. ഇന്ദ്രന്റെ പേശി ഞരമ്പുകൾ ഒന്നിച്ച് വലിഞ്ഞു മുറുകി. സാറേ, ഇപ്പൊ തന്നെ വേണോ? അതും ഇത്രയും പേരുടെ മുന്നിൽ വെച്ച്? അവസാനം തോൽക്കേണ്ട ഗതികേടുണ്ടായാൽ സാറ് പോലീസുകാരുടെ തനിനിറം കാണിക്കില്ലേ? ഇല്ലടാ, ഇല്ല. അയാൾ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. നീ എന്നെ തല്ലി തോൽപ്പിച്ചാൽ ഞാൻ കേസെടുക്കില്ല. വാക്ക്. ഇന്ദ്രൻ ഒന്ന് പുഞ്ചിരിച്ചു. എങ്കിൽ സമയം കളയാതെ 1, 2, 3 പറഞ്ഞ് സാറ് തന്നെ അങ്ങ് തുടങ്ങിക്കോ. അടുത്ത നിമിഷം ഇന്ദുചൂടൻ വലതുകൈ ആഞ്ഞു വീശി. ഇന്ദ്രൻ താഴേക്കമർന്നു. തന്റെ പുറത്തുകൂടി ഒരു കൊടുക്കാറ്റ് ചീറിപ്പോയതുപോലെ അവന് തോന്നി. ഇന്ദുചൂടന് കലിയേറി. അത്രയ്ക്കായോ നീ? അയാൾ കൈ ചുരുട്ടി അവന്റെ നെഞ്ചി ലാക്കാക്കി ഇടിച്ചു. പക്ഷേ ഞൊടിയിടയിൽ ഇന്ദ്രൻ വിടർത്തിയ വലതു കൈക്കുള്ളിൽ ആ മുഷ്ടി തടഞ്ഞു നിന്നു. പരസ്പരം ബലാബലം നോക്കുന്നത് പോലെ ഒരു നിമിഷം. ജനങ്ങൾ ശ്വാസമടക്കി നിൽക്കുകയാണ്. ജനകീയ സേന പരസ്പരം നോക്കുന്നു. ഒരു പിടി വിടാതെ തന്നെ ഇന്ദ്രൻ ഒരു അഭ്യാസിയെപ്പോലെ വട്ടം കറങ്ങി. എസ് ഐയുടെ കൈ തിരിഞ്ഞ് അയാളിൽ നിന്നൊരു ശബ്ദം പുറത്തു വന്നു. സാറേ, പിന്മാറാൻ ഇനിയും നേരമുണ്ട്. ഇന്ദ്രൻ മന്ത്രിച്ചു. എസ് ഐ പല്ലിഞ്ഞെരിച്ചു. തല്ലി തോൽപ്പിക്കട നായേ. ഒപ്പം അയാൾ കൈ വലിച്ചെടുക്കുകയും കാലുയർത്തി ചവിട്ടുകയും ചെയ്തു. ഇന്ദ്രൻ പിന്നോട്ട് വേച്ചു. എസ് ഐ കുതിച്ചു ചാടി. ഇന്ദ്രൻ വെട്ടിത്തിരിഞ്ഞ് കാലുയർത്തി. ഇങ്ങോട്ട് കിട്ടിയതുപോലെ ഒരു ചവിട്ട് അങ്ങോട്ടും. അതിന്റെ ശക്തിയിൽ ഇരുവരും അകന്നു മാറി. പരസ്പരം ചീറിയടക്കുന്ന കാട്ടുമൃഗങ്ങളായി അവർ. തുല്യശക്തികൾ എന്ന പോലെ അവർ പൊരുതി. പാറയും പാറയും കൂട്ടിമുട്ടും പോലെ. അതിനിടെ ഇന്ദ്രന്റെ ഇടി എസ് ഐയുടെ മുഖത്തേറ്റു. മൂക്കും ചുണ്ടും പൊട്ടി ചോര കിനിഞ്ഞു. എടാ! അയാൾ അലറി. ഒറ്റച്ചാട്ടം. വായുവിലുയർന്ന ഇന്ദുചൂടൻ വലതുകാൽ വീശിയടിച്ചു. അത് അപ്രതീക്ഷിതമായിരുന്നു. ഇന്ദ്രൻ കറങ്ങി വീണു. തല്ലിപ്പെരട്ടടാ, അയാൾ കൽപ്പിച്ചു. പോലീസുകാർ കടന്നലുകളെ പോലെ അവനെ പൊതിഞ്ഞു ചവിട്ടി. കളിക്കിടെ ഫൗള് കാണിക്കുന്നോടാ. ജനകീയ സേന പാഞ്ഞെത്തി. എണ്ണത്തിൽ കൂടുതലുള്ള അവർ പോലീസുകാരെ വലിച്ചുമാറ്റി. കളി അവര് തമ്മില, നമ്മളൊക്കെ കാഴ്ചക്കാരാ. ചാക്കൻ പറഞ്ഞു. ഫൗള് കാണിച്ചാൽ പോലീസുകാർക്ക് ഞങ്ങളീ സീതാമൗണ്ടില് പട്ടട തീർക്കുമേ. ഒരു പോലീസുകാരനെ 4-5 പേർ ചേർന്ന് വളഞ്ഞു പിടിച്ചിരിക്കുകയാണ്. ഇന്ദ്രൻ വളരെ ബുദ്ധിമുട്ടി തലയുയർത്തി. കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പോലെ. താടിയിൽ നനവ്. അവൻ കൈകൊണ്ട് തുടച്ചു നോക്കി. ചോര. ക്രൂരമായ ഒരു ചിരിയോടെ കൈകൾ വീശിക്കുടഞ്ഞ് ഇന്ദുചൂടൻ അടുത്തെത്തി. അയാളുടെ ശരീരത്തിലെ മസിലുകൾ ചെറിയ ബോളുകൾ പോലെ ബനിയനുള്ളിൽ ഉരുണ്ടു കളിക്കുന്നത് ജനം കണ്ടു. ചാക്കോച്ചേട്ടൻ സങ്കടത്തോടെ തല താഴ്ത്തി. തല്ലട നായെ, തല്ലി തോൽപ്പിക്ക്. ഇല്ലെങ്കിൽ ഈ നിൽക്കുന്ന നിന്റെ സൈന്യത്തെ മാത്രമല്ല, വീട്ടിലിരിക്കുന്ന നിന്റെ അമ്മയും പെങ്ങന്മാരെ വരെ ഞാൻ വലിച്ചിട്ട് ചവിട്ടി അരയ്ക്കും. അയാൾ അവന്റെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. ഇന്ദ്രന്റെ കണ്ണുകളിൽ അപകടകരമായ ഒരു തിളക്കം പാറി വീണു. ഞൊടിയിടയിൽ അവൻ ആ കൈ തട്ടിക്കളഞ്ഞു. ഇന്ദ്ര, വലിച്ചു ചുരുട്ടി പെരട്ടടാ ഈ പേപ്പട്ടിയെ, ചാക്കൻ വിളിച്ചു പറഞ്ഞു. ജനകീയ സേന അതേറ്റു ചൊല്ലി. ഇന്ദ്രൻ ഒന്ന് തലയുയർത്തി. പിന്നെ തന്റെ കൈകൾ റോഡിൽ കുത്തി പകുതി ഉയർന്നതും തലകൊണ്ട് ഇന്ദുചൂടന്റെ അടിവയറ്റിൽ ആഞ്ഞിടിച്ചതും ഒന്നിച്ചായിരുന്നു. JCB വന്നിടിച്ച മരം പോലെ ഇന്ദുചൂടൻ ഒന്നുലഞ്ഞു. പിന്നെ ഇന്ദ്രന്റെ ഊഴമായിരുന്നു. എസ് ഐയെ അവൻ പന്ത് തട്ടം പോലെ തട്ടിക്കളിച്ചു. അവസാനം ഇരുവരും പരസ്പരം കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ഇന്ദുചൂട,
ഇന്ദ്രന്റെ ഞെരിഞ്ഞമർന്ന പല്ലുകൾക്കിടയിലൂടെ ചതഞ്ഞരിഞ്ഞ വാക്കുകൾ തീക്കനലുകൾ പോലെ പുറത്തു ചാടി. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പരിഗണന നിനക്ക് ആവോളം തന്നു ഞാൻ. എന്നാൽ നീയും മറുപക്ഷം ചേർന്ന് എന്നെയും ആ പാവങ്ങളെയും വഞ്ചിച്ചു. നിനക്കിനി മാപ്പില്ല. വലതു കൈയിലേക്ക് സകല ശക്തിയും ആവാഹിച്ച് അവൻ പിന്നോട്ട് വലിച്ചിട്ട് ഇടം കൈ അയാളുടെ കഴുത്തിൽ മുറുക്കി. ആ ഒരടിയേറ്റാൽ SIയുടെ തല ചിതറുമെന്ന് കണ്ടുനിന്നവർക്ക് തോന്നി. എടാ വേണ്ട. ഹെഡ് കോൺസ്റ്റബിൾ രവിശങ്കർ തടയാൻ ആഞ്ഞെങ്കിലും ജംബുവും കൂക്കറും അയാളെ വിട്ടില്ല. ഈ നേരത്തൊരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് മുള്ളംകൊല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് ദാസപ്പൻ ചാടിയിറങ്ങി. എന്താ ഇവിടെ എന്താ പ്രശ്നം? പ്രസിഡന്റ് ഇടപെടേണ്ട കേസൊന്നുമില്ല, ആരോ വിളിച്ചു പറഞ്ഞു. ഇന്ദ്രൻ SIയെ വിട്ടു, തന്റെ മേൽ കൈവെക്കരുതെന്ന മുന്നറിയിപ്പോടെ. എന്നാൽ അയാൾ ഇടം കൈ നീട്ടി അവന്റെ കഴുത്തിൽ പിടിച്ചു. നായേ! ഏയ് എന്താ ഇൻസ്പെക്ടർ? ദാസപ്പൻ ഇടയ്ക്ക് കയറി. ഇവനെ വിട്. അമർത്തി മൂളിക്കൊണ്ട് ഇന്ദുചൂടൻ പല്ലുഞരിച്ചു. പിന്നെ പിടിവിട്ടു. കാതയിൽ നുള്ളിക്കോടാ കഴിവേറി. നിന്നെ ഞാൻ കാര്യമുണ്ടായിട്ട് തന്നെ പൊക്കിയിരിക്കും ഒരാഴ്ചക്കകം. പുൽപ്പള്ളിയിലെ ലോക്കപ്പിന്റെ സുഖം നിന്നെക്കൊണ്ട് അനുഭവിക്കുകയും ചെയ്യും. അയാൾ രവിശങ്കറുടെ കയ്യിൽ നിന്ന് യൂണിഫോം വാങ്ങി ധരിച്ചു. വരിൻ. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അയാൾ ജീപ്പിന് നേരെ നടന്നു. പോലീസുകാർ പിന്നാലെ ചെന്നു. അതെങ്ങനെ അങ്ങനെ പോകാൻ പറ്റുന്നത്? ജനകീയ സേന അവരെ തടഞ്ഞു. വഴി മാറിഞ്ഞടാ. ഇന്ദുചൂടൻ കൈ ഓങ്ങി. മാറാം. ഇന്ദ്രൻ അവർക്കിടയിലൂടെ മുന്നോട്ട് കയറി. ഇന്നലെ എന്നെയും കുടുംബത്തെയും കൊല്ലാൻ വന്നവരാണിവർ. അതിന് ഈ നാട്ടുകാർ മുഴുവൻ സാക്ഷികളുമാണ്. താങ്കൾ ഇവരെ കസ്റ്റഡിയിലെടുത്തേ പറ്റൂ. സാധ്യമല്ല. സാധ്യമാകണം. അല്ലെങ്കിൽ ഒറ്റ പോലീസും ഇവിടുന്ന് പോകത്തില്ല. ജനം ഒറ്റക്കെട്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടു. ഇത്രയും പേര് കണ്ട കാര്യം നിഷേധിക്കാൻ പറ്റത്തില്ല സാറേ. ഇവരെ കസ്റ്റഡിയിലെടുക്കണം. അവസാനം അയാൾ സമ്മതിച്ചു. ഗുണ്ടകളുടെ തോളിൽ വെച്ച് കെട്ടിയിരുന്ന തടികഷ്ണങ്ങൾ അഴിച്ചുമാറ്റി ജനങ്ങൾ തന്നെ അവർ 10 പേരെയും ഒരു വിധത്തിൽ ജീപ്പിന് പിന്നിൽ തള്ളിക്കയറ്റി. ഹെഡ് കോൺസ്റ്റബിളും SIയും മുന്നിൽ കയറി. പോലീസുകാർ പിന്നിൽ തൂങ്ങി നിന്നു. പോട്ടെ പോട്ടെ, ജനം പ്രോത്സാഹിപ്പിച്ചു. ജീപ്പ് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇന്ദുചൂടൻ തലതിരിച്ച് ഇന്ദ്രനെ തീപ്പൊരികൾ ചിതറും പോലെ ഒന്ന് നോക്കി. ജനങ്ങൾ അപ്പോൾ അവനെ തോളിലേറ്റുകയായിരുന്നു. പത്തനാപുരത്ത് രാവിലെ തന്നെ വിശ്വൻ SI മാർത്താണ്ഡനെ ഫോണിൽ വിളിച്ചു. ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്ത പദ്ധതി പാളിപ്പോയെങ്കിലും നിങ്ങൾ എനിക്ക് മറ്റൊരു സഹായം ചെയ്തു തരണം. ശിവജിയുടെ കാര്യമാണോ? അതെ. മറുവശത്ത് ഒരു നിമിഷത്തെ നിശബ്ദത. നിങ്ങളെന്താ മിണ്ടാത്തത്? ഞാൻ പറയുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത്. കൂടുതലൊന്നും ചോദിക്കുകയും ചെയ്യരുത്. കൊച്ചുമുതലാളി, അവൻ മൂർഖന്, അസൽ മൂർഖൻ. എന്നെ നിങ്ങൾക്കിടയിലിട്ട് വട്ടം കറക്കരുത്. വിശ്വന്റെ നെറ്റി ചുളിഞ്ഞു. അവൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ? അതിനുത്തരം കിട്ടിയില്ല. മറ്റൊന്നാണ് അയാൾ പറഞ്ഞത്. ഞാനിപ്പോൾ മേസ്തിരി ജോർജിന്റെ മരണത്തെപ്പറ്റി അന്വേഷിക്കുകയാണ്. അതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് എനിക്കുറപ്പുണ്ട്. അത് ചെയ്തതും അവനായിരിക്കും, ശിവജി. അത് വെച്ച് നിങ്ങൾക്ക് അവനെ അറസ്റ്റ് ചെയ്തുകൂടെ? ആലോചിക്കാം. അപ്പുറത്ത് ഫോൺ കട്ടായി. നാറി പറഞ്ഞുകൊണ്ട് ഫോൺ കീശയിലിട്ട് വിശ്വൻ കുട്ടപ്പന്റെ നേരെ തിരിഞ്ഞു. നന്ദിയില്ലാത്തവർ മലക്കം അറിയുകയാ. എങ്കിലുറപ്പാ കൊച്ചുമുതലാളി, അവൻ അയാളെ വരട്ടിയിട്ടുണ്ട്. വിശ്വൻ കടുപ്പിച്ചെന്ന് മൂളി. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ വരുന്ന രാത്രി അവന്റെ, ശിവജിയുടെ ഒടുക്കത്തെ രാത്രിയാ. കുട്ടപ്പൻ ചിരിച്ചു. ഞാൻ തയ്യാർ. സീതാ മൗണ്ടിൽ രാവിലെ അരങ്ങേറിയ രംഗങ്ങളെല്ലാം അപ്പോൾ തന്നെ അറിയുന്നുണ്ടായിരുന്നു ഇത്താപ്പു മുതലാളി. അയാൾ പൊഴുത്ത തെറി വിളിച്ചുകൊണ്ട് വൈരനെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചു. പിന്നെ കങ്കാണി കാളിയപ്പനെ അവിടേക്ക് വിളിപ്പിച്ചു. 10 മിനിറ്റിനുള്ളിൽ കാളിയപ്പൻ എത്തി. അപ്പോൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുകയായിരുന്നു ഇത്താപ്പു. വണ്ടിയെട് കാളിയപ്പ. ഇത്താപ്പു കാറിൽ കയറിയിരുന്നു. കാളിയപ്പൻ സ്റ്റാർട്ട് ചെയ്തു. എങ്ങോട്ടാ മുതലാളി? നിന്റെ അമ്മയെ വെട്ടിമൂടിയ ഭാഗത്തേക്ക്. അയാൾക്ക് അപ്പോഴും കലി അടങ്ങിയിരുന്നില്ല. മുള്ളംകൊല്ലിയിൽ നിന്ന് കാർ പുൽപ്പള്ളിയിലെത്തി. അവിടെ നിന്ന് ബത്തേരിയിലേക്ക്. ഇടയ്ക്ക് ഇത്താപ്പു സെല്ലിൽ ആരെയോ വിളിച്ചു. ആ, ഞാൻ അങ്ങോട്ട് തന്നെ വരികയാ. ക്വാർട്ടേഴ്സിൽ കാണണം. ഇനി എങ്ങോട്ട് പോകണം എന്നറിയാതെ കാളിയപ്പൻ തിരിഞ്ഞു നോക്കി. കൽപ്പറ്റയ്ക്ക്. കാർ നിലം തൊടാതെ പാഞ്ഞു. സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി വണ്ടി ഓടിക്കുന്നവനാണ് കാളിയപ്പൻ. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. മീനങ്ങാടിയിലെത്തിയപ്പോഴേക്കും അന്തരീക്ഷം മാറി തുടങ്ങി. നൂലുപോലെ മഴ പെയ്യുകയായി. വലതുവശത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലൈറ്റിട്ടുകൊണ്ട് ഒരു ജീപ്പ് റോഡിലേക്ക് പാഞ്ഞിറങ്ങി. കാളിയപ്പൻ കാർ വെട്ടിച്ചു മാറ്റി. അരമണിക്കൂർ കൊണ്ട് കൽപ്പറ്റയിലെത്തി. ടൗൺ പിന്നിട്ട് മുന്നോട്ട് നീങ്ങിയിട്ട് വലതുഭാഗത്തെ ഗേറ്റിന് മുന്നിൽ കാർ നിന്നു. ഗോൾഡൻ ലിപിയിൽ RC ശർമ്മ IPS എന്ന നെയിം പ്ലേറ്റ്. ഫോൺ നീട്ടിയടിച്ചപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് ഗേറ്റ് തുറന്നു. കാർ ചരൽ വിരിച്ച മുറ്റത്ത് കയറി നിന്നു. ഒരു ഇരുനില കെട്ടിടം. മുറ്റത്ത് കടനിറത്തിലുള്ള പൂക്കളോടുകൂടിയ ചെടികൾ. ഇത്താപ്പു കാറിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ വാതിൽക്കൽ കാക്കിധാരി പ്രത്യക്ഷപ്പെട്ടു. ശർമ്മ IPS. അല്പം ഉരുണ്ടു തടിച്ച ശരീരം. കഷണ്ടിയിൽ പതുക്കെ തലോടിക്കൊണ്ട് അയാൾ ചിരിച്ചു. വാ വാ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. 12 മണിക്ക് കളക്ടറേറ്റിൽ ഒരു കോൺഫറൻസ് ഉണ്ട്.
ഒന്ന് ചിരിച്ചെന്ന് വരുത്തി സിറ്റൗട്ടിലേക്ക് കയറിയ ഇത്താപ്പു എസ് പിയുടെ കരം കവർന്നു. ഒട്ടും സമയമില്ലാത്ത നേരത്താണ് എന്റെ ഈ വരവ്. അതിന് കാരണം തന്റെ പിടിപ്പില്ലായ്മയും. ശർമ്മ നെറ്റിയൊന്ന് ചുളിച്ചു. അകത്തിരുന്ന് സംസാരിക്കാം. ഇരുവരും അകത്ത് ചെന്നപ്പോഴേക്കും ശർമ്മയുടെ ഭാര്യ ആരതി എത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാവാം സംസാരമൊക്കെ. ഇപ്പോ വേണ്ട ആരതി, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കണം. ഇത്താപ്പുവിന്റെ മുഖത്തെ ഗൗരവഭാവം കണ്ട ആരതി പിൻവാങ്ങി. ഇനി താൻ കാര്യം പറ. ഇത്താപ്പുവിനെതിരെ ഇരുന്നിട്ട് ശർമ്മ തുടക്കമിട്ടു. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാം ശരിയാക്കിയേക്കാമെന്ന് രാത്രി തന്നെ പറഞ്ഞതല്ലേ താൻ. എന്നിട്ട് അവന്മാരുടെ കലാപരിപാടികളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഒരു ഉണ്ണാക്കൻ എസ്ഐയെ പറഞ്ഞു വിട്ടിരിക്കുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. CA സ്ഥലത്തില്ലാഞ്ഞതിനാലാണ് SI വന്നത്. പക്ഷെ താൻ എന്നോട് പറഞ്ഞതുപോലെയൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. ഒരു ജനത മുഴുവൻ സാക്ഷികളായി നിൽക്കുമ്പോൾ നീതികേട് കാണിക്കാനാവുമോ? ജനത? ആരാണീ ജനത? കാറി തുപ്പാൻ തോന്നി ഇത്താപ്പുവിന്. അതുകൊണ്ട് എന്തു പറ്റിയെന്നറിയാമോ? ആ കഴിവേറി മോൻ മൈക്കിലൂടെ അവരെ കൊണ്ട് സകല കാര്യങ്ങളും വിളിച്ചു പറയിച്ചു. അത് പോട്ടെ, ഈ വരവിന്റെ ഉദ്ദേശം താൻ പറ. പറഞ്ഞാൽ അത് നടന്നിരിക്കണം. ശർമ്മ ഒന്ന് ചിരിച്ചു. മുള്ളംകൊല്ലി കൊട്ടാരം കയ്യേറും മുൻപ് തന്നെ നമ്മൾ സുഹൃത്തുക്കളായിരുന്നു എന്നത് മറന്നോ താൻ? ഇനി എന്റെ മോൻ അരുണിന്റെയും സമയുടെയും വിവാഹം കൂടി നടന്നു കഴിഞ്ഞാൽ ബന്ധുക്കളുമാകുകയല്ലേ? അപ്പോൾ താൻ തലകുനിക്കാതെ നിൽക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമല്ലേ? ഇത്താപ്പുവിന്റെ മുഖത്തെ ഗൗരവം അല്പം ഒന്നയഞ്ഞു. അരുൺ എന്നെത്തും? 2 മാസം കൂടിയുണ്ട്. ബോംബെയിലെ വർക്ക്. അത് കഴിഞ്ഞാൽ ഉടനെത്തും. അത് പോട്ടെ, ഞാൻ എന്ത് വേണം? ആ ഇന്ദ്രൻ, അവൻ ഇനി മുള്ളംകൊല്ലി പഞ്ചായത്തിൽ 2 കാലിൽ നടക്കരുത്. ഞാൻ നേരിട്ട് അവനെ തീർത്താൽ അവന്റെ സേനക്കാരി എനിക്കെതിരെ തിരിയും. അത് പാടില്ല. നിയമത്തിന്റെ വഴിയെ തന്നെ ഞാൻ അവനെ അകത്താക്കാം. ശിഷ്ടകാലം ഒന്നുകിൽ അവൻ ഇരുമ്പഴിക്കുള്ളിൽ, അല്ലെങ്കിൽ 4-ാം പക്കം ചോരതുപ്പി ചാകും. പോരെ? മതി, അത് മതി. അയാൾ എഴുന്നേറ്റു. ഞാൻ ഇറങ്ങട്ടെ? ഇത്രയും പറയാനായിട്ട് പെട്രോൾ കത്തിച്ച് ഇവിടം വരെ വരണ്ടായിരുന്നു ഇത്താപ്പു. ശർമ്മ കട്ടിമീശയിൽ മുകളിലേക്കൊന്ന് തടവി. ആവശ്യക്കാരന് ഔചിത്യമില്ലെന്നാണല്ലോ പ്രമാണം. തുടർന്ന് അയാൾ അകത്തേക്ക് നോക്കി വിളിച്ചു. ആരതിയെ, ഞാൻ ഇറങ്ങുന്നു. അവർ വേഗം വന്നു. ഇരുവരോടും യാത്ര പറഞ്ഞ് ഇത്താപ്പു ഇറങ്ങുമ്പോൾ ശർമ്മ IPSന്റെ മുഖത്തൊരു പുച്ഛഭാവം മിന്നിമറഞ്ഞു. രാവിലെ ഗുണ്ടകളെയും കൊണ്ട് സീതാ മൗണ്ടിലേക്ക് പോയ ഇന്ദ്രൻ തിരിച്ചെത്തിയിട്ടില്ല. സുശീല മക്കൾക്കും അരുണയ്ക്കും കഞ്ഞി വിളമ്പി. തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയായിരുന്നു തൊട്ടുകൂട്ടാൻ. നല്ല സുഖകരമായ ഒരു ഗന്ധമുണ്ടായിരുന്നു ചമ്മന്തിക്ക്. പ്ലാവിലെ കുമ്പിൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അരുണ എല്ലാവർക്കും കൊടുത്തു. അവർ 4 പേരും ഒന്നിച്ച് കഞ്ഞി കുടിച്ചു തുടങ്ങി. 2 കവിൾ കുടിച്ചു കാണും. ലക്ഷ്മിക്ക് പെട്ടെന്നൊരു മനം പുരട്ടൽ. അവൾ എഴുന്നേറ്റു. എന്താടി? സുശീല തിരക്കി. ഒന്നുമില്ലെന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് അവൾ പുറത്തേക്കോടി. അരുണയുടെ നെറ്റി ചുളിഞ്ഞു. അവളും പിന്നാലെ ചെന്നപ്പോൾ കണ്ടത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പിന്നാമ്പുറത്തിരുന്ന് ഛർദ്ദിക്കുന്ന ലക്ഷ്മി. പിന്നെ ആരും കണ്ടില്ല എന്ന ആശ്വാസത്തോടെ അവൾ തിരിഞ്ഞു. കൂർത്ത നോട്ടത്തോടെ നിൽക്കുന്ന അരുണയെ കണ്ടപ്പോൾ അവൾ നടുങ്ങി. മുഖം രക്തം വറ്റിയതുപോലെ വിളറി. ചേച്ചി, ഞാൻ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നുണ്ട്. ആരാ ആള്? ലക്ഷ്മി പെട്ടെന്ന് വയറ്റിന്മേൽ കൈ മറയ്ക്കാനൊരു ശ്രമം നടത്തി. എത്ര കാലമാ ചേച്ചിക്ക് മറയ്ക്കാൻ കഴിയുക? അതുകൊണ്ട് ആള് ആരായാലും പെട്ടെന്നൊരു തീരുമാനമെടുക്കണം. ലക്ഷ്മി തലയാട്ടി. നീ അമ്മയോടൊന്നും പറയരുത്. ഇല്ല. ഇരുവരും മടങ്ങിച്ചെന്നപ്പോൾ ഭദ്ര ചോദിച്ചു. എന്താ പറ്റിയത്? ആർത്തി പിടിച്ച് കഞ്ഞി കുടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അരുണ പെട്ടെന്ന് മറുപടി പറഞ്ഞു. കഞ്ഞിയും ചമ്മന്തിയും കൂടി ഒന്നിച്ച് കഴിച്ചപ്പോൾ നെറുകയിൽ കയറി. ലക്ഷ്മിയുടെ തല കുനിഞ്ഞു. ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് സുശീലയും ഭദ്രയും കണ്ടു. ചമ്മന്തി നെറുകയിൽ കയറിയതിന്റെ എരിവാണെന്നേ അവർ വിചാരിച്ചുള്ളൂ. ഉച്ച കഴിഞ്ഞാണ് ഇന്ദ്രൻ വീട്ടിൽ മടങ്ങിയെത്തിയത്. ജംബുവും കൂക്കറും ചാക്കനും ഉണ്ടായിരുന്നു കൂടെ. അവിടെ നിന്ന് അവർ ഭക്ഷണം കഴിച്ചു. പിന്നെ മുറ്റത്തിന് ചുറ്റും എടുത്തിട്ടിരിക്കുന്ന കുഴി മൂടാൻ തുടങ്ങി. ഇനി ഏതായാലും ഈ കുഴി കൊണ്ട് പ്രയോജനമില്ല. മറ്റേതെങ്കിലും നോക്കണം. ചിരിച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു. പെട്ടെന്നാണ് നെല്ലിലാൽ കുമാരൻ അങ്ങോട്ട് വന്നത്. ഒരു വിവരമുണ്ട്. മാവലത്തോട് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതാ. ശശിമല കുന്നിന്ന് വീണ്ടും പുലി ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു പോലും. ജംബുവിന്റെ മുഖം അത് കേട്ട് വലിഞ്ഞു മുറുക്കി. പുലി കടിച്ചു കീറുന്ന ഒരു സ്ത്രീ രൂപവും അത് കണ്ട് അട്ടഹസിക്കുന്ന ഒരു പുരുഷ രൂപവും ആ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു. നേരം ഏതാണ്ട് 5 മണിയോടടുത്തു. അതുവരെ കിടന്നുറങ്ങുകയായിരുന്നു ശിവജി. അമ്മ കൊണ്ടുകൊടുത്ത കടുങ്കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ശബ്ദിച്ചു. അവൻ അതെടുത്ത് നമ്പർ നോക്കി. വിശ്വൻ. മനസ്സിൽ പകയുടെ തിരമാലകൾ ഒന്നിച്ചടിച്ചുയർന്നു. എങ്കിലും പണിപ്പെട്ട് അതടക്കിക്കൊണ്ട് ഫോൺ കാതോട് ചേർത്തു. എന്താ കൊച്ചു മുതലാളി? നീ ഒരു 6 മണിയാകുമ്പോ വീട്ടിലേക്ക് വരണം. കാര്യമറിയത്തില്ല. അച്ഛൻ പുന്നലേന്ന് വിളിച്ചു പറഞ്ഞതാ. വരാം. ആ വിളിയിൽ പന്തികേടൊന്നും തോന്നിയില്ല ശിവജിക്ക്. 6 മണിക്ക് തന്നെ അവൻ സത്യനേശന്റെ ബംഗ്ലാവിലെത്തി. വാഹനങ്ങളൊന്നും പുറത്തില്ലായിരുന്നു. സത്യനേശനും വിശ്വനും അവിടെയില്ലെന്ന് മനസ്സിലായി. അവൻ ബെല്ലമർത്തി. വേലക്കാരി ഭവാനി വന്ന് വാതിൽ തുറന്നു. മുതലാളിമാരിവിടെ ഇല്ല. ശിവജി വന്നാൽ ഇരിക്കാൻ പറഞ്ഞു. ആ,
അവൻ സിറ്റൗട്ടിൽ ഇരുന്നു. അല്പം കഴിഞ്ഞ് ഭവാനി അവന് ചായ കൊണ്ടുവന്ന് കൊടുത്തു. ശിവജി അത് കഴിച്ചു. ഏതാനും നിമിഷങ്ങൾ തലയ്ക്കൊരു ഭാരം പോലെ. കണ്ണുകൾ അടഞ്ഞു വരുന്നു. പണിപ്പെട്ട് അവൻ അത് തുറക്കാൻ ശ്രമിച്ചു. ഭൂമി കീഴ്മേൽ മറിയുന്നു. അവൻ സെൽഫോൺ എടുത്ത് റീഡയൽ ബട്ടൺ അമർത്തി. ചതിച്ചടാ. അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ ബോധമറ്റ് തറയിലേക്ക് മറിഞ്ഞു. അധ്യായം 31. വാതിലിന് പിന്നിൽ നിന്ന് ഭവാനിയുടെ തല പുറത്തേക്ക് നീണ്ടു. ഒരു ചിരി ആ മുഖത്തുണ്ടായി. കൊച്ചു മുതലാളി, കൊമ്പൻ വീണു. അകത്തേക്ക് നോക്കി അവർ വിളിച്ചു പറഞ്ഞു. അടുത്ത നിമിഷം വിശ്വനും കുട്ടപ്പനും വേറെ ചില ഗുണ്ടകളും പാഞ്ഞെത്തി. നായിന്റെ മോൻ. വിശ്വൻ കടപ്പല്ലെന്നമർത്തി. എടുത്ത് ജീപ്പിലിട്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണം. അച്ഛൻ അറിയണ്ട. കുട്ടപ്പൻ മുറ്റത്തിറങ്ങി ബംഗ്ലാവിന് പിൻഭാഗത്തേക്ക് പോയി. അവിടെ മറച്ചിട്ടിരിക്കുകയായിരുന്ന ജീപ്പ് ഓടിച്ചുകൊണ്ട് വന്ന് പോർച്ചിനരികിൽ നിർത്തിയപ്പോഴേക്കും മറ്റുള്ളവർ ശിവജിയെ തൂക്കിയെടുത്ത് കൊണ്ടുവന്നു. കൈകാലുകളിൽ പിടിച്ച് ഒന്നാട്ടി അറവുമാടിനെ പോലെ ജീപ്പിന്റെ പിന്നിലേക്ക് എറിഞ്ഞു. പിന്നെ പടുത താഴ്ത്തിയിട്ടു. സിറ്റൗട്ടിൽ വീണ് കിടക്കുന്ന ശിവജിയുടെ സെൽഫോൺ വിശ്വൻ കണ്ടു. ക്രൂരമായ ഒരു ചിരിയോടെ അവൻ അതെടുത്തു. ഈ ഫോണിൽ നിന്ന് തനിക്ക് കിട്ടുന്ന നമ്പറുകളിലുള്ളവർ തന്റെ ശത്രുക്കളായിരിക്കുമെന്ന് അവൻ മനസ്സിൽ പറഞ്ഞു. നിങ്ങൾ അവനെയങ്ങ് കൊണ്ടുപോയിക്കോ, ഞാൻ രാത്രിയിൽ അങ്ങെത്തിക്കോളാം. വിശ്വന്റെ നിർദ്ദേശം കിട്ടിയ ഉടനെ അവർ ജീപ്പിൽ ചാടി കയറി. ഒരു മൂളലോടെ അത് ഗേറ്റ് കടന്ന് പാഞ്ഞു. പുൽപ്പള്ളി SI ഇന്ദുചൂടൻ അന്ന് നേരത്തെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. ഇന്ദ്രനുമായി ഉണ്ടായ ഏറ്റുമുട്ടലിന് ശേഷം നാണംകെട്ട് മടങ്ങേണ്ടി വന്ന അയാൾ തനിക്ക് ഒന്നും പറ്റിയിട്ടില്ലെന്ന് പോലീസുകാരോട് ബോധ്യപ്പെടുത്താനാണ് അത്രയും സമയം അവിടെ ഇരുന്നത്. ഒന്നനങ്ങുമ്പോൾ തന്നെ ശരീരത്ത് ഇടിച്ചു വീഴുന്നത് പോലെയുള്ള വേദനയാണ്. ശരീരമർമ്മങ്ങൾ ശരിക്കറിയാവുന്ന ഒരുവന്റെ പ്രഹരം പോലെയാണ് ഇന്ദ്രന്റെ അടിയെന്ന് അയാൾക്ക് തോന്നിയിരുന്നു. സീതാമോണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗുണ്ടകളെ കേസൊന്നും എടുക്കാതെ വിട്ടയച്ചിരുന്നു. നേരത്തെ വിവരം വിളിച്ചു പറഞ്ഞതനുസരിച്ച് മാനന്തവാടിയിൽ നിന്നെത്തിയ ഒരു വൈദ്യൻ ക്വാർട്ടേഴ്സിൽ കാത്തു നിന്നിരുന്നു. ഭാര്യ ഈ നേരത്ത് നാട്ടിൽ പോയത് നന്നായി, ഇന്ദുചൂടൻ വിചാരിച്ചു. അല്ലെങ്കിൽ അവൾക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വന്നേനെ. കേറിവാ മുരുക. വാതിൽ തുറന്നിട്ട് ഇന്ദുചൂടൻ വിളിച്ചു. 60 കഴിഞ്ഞെന്ന് തോന്നിക്കുന്ന മെല്ലിച്ച വൃദ്ധൻ ക്വാർട്ടേഴ്സിലേക്ക് കയറി വന്നു. ഇന്ദുചൂടൻ വേഷം മാറി ഒരു ലുങ്കി മാത്രം ധരിച്ചുകൊണ്ട് വർക്ക് ഏരിയയിലേക്ക് ചെന്നു. നാട്ടുമരുന്നുകൾ കലർത്തിയ വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞിരുന്നു മുരുകൻ. ഇവിടിരിക്കു സാറേ. അയാൾ ഇന്ദുചൂടനെ ഒരു സ്റ്റൂളിൽ ഇരുത്തിയിട്ട് ചതവ് പറ്റിയ ശരീരഭാഗങ്ങളിൽ വിരൽ അമർത്തി. പ്രാണൻ പോകുന്നത് പോലെ ഇന്ദുചൂടൻ പിടഞ്ഞു. ഒടുക്കത്തെ ഇടിയാണല്ലോ സാറേ. വെളുത്ത ശരീരത്ത് ചോര കല്ലിച്ചു കിടക്കുന്നത് നോക്കി അയാൾ പറഞ്ഞു. ഡോ, താൻ പറഞ്ഞ പണി ചെയ്താൽ മതി, കമന്റൊന്നും വേണ്ട. SIക്ക് ദേഷ്യം വന്നു. അതോടെ മുരുകൻ നിശബ്ദനായി. ഒരു മൺപാത്രത്തിൽ മുട്ടയുടെ വെള്ളയും ചെന്നിനായകവും ഒന്നിച്ചു കലർത്തിയത് കൊണ്ടുവന്ന് ഇന്ദുചൂടന്റെ കയ്യിൽ കൊടുത്തു. നല്ല കയ്പ് കാണും, കുടിക്കണേ സാറേ. മുരുകനെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് അയാൾ അത് വാങ്ങി. മണം കേട്ടപ്പോൾ തന്നെ ഓക്കാന വന്നു. വിഷം വല്ലതുമാണോടോ ഇത്? അല്ല, ചതവും നീർക്കെട്ടും പോകാൻ ഇതിനേക്കാൾ നല്ല മരുന്നില്ല സാറേ. അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് ഒറ്റ വലിക്ക് അയാൾ അത് കുടിച്ചു. ഫു! ചിരി അടക്കിക്കൊണ്ട് മുരുകൻ അയാളുടെ ശരീരത്തിൽ കുഴമ്പ് പുരട്ടാൻ തുടങ്ങി. മർമ്മസ്ഥാനം കലക്കി ഇടിയേൽക്കുന്നവരെല്ലാം ആദ്യം ഓടിച്ചെല്ലുന്നത് മുരുകന്റെ അരികിലേക്കാണ്. കുഴമ്പ് പുരട്ടി തടവാൻ തുടങ്ങിയതോടെ ഇന്ദുചൂടന് വേദന കൂടി. നിലവിളിക്കാൻ പറ്റില്ലല്ലോ, പോലീസായി പോയില്ലേ. പല്ല് കടിച്ചിരുന്നു. പിന്നീട് ഒരു ബെഞ്ചിൽ കമഴ്ത്തിയും മലർത്തിയും കിടത്തി മുരുകൻ SIയുടെ ശരീരം തടവി. കുഴമ്പൊന്ന് പിടിക്കട്ടെ സാറേ, എന്നിട്ട് ചൂടുവയ്ക്കാം. മുരുകൻ പറയുന്നതിനിടയിൽ ക്വാർട്ടേഴ്സിന് മുന്നിൽ ഒരു വാഹനം വന്നു നിൽക്കുന്നത് കേട്ടു. തുടർന്ന് കോളിംഗ് ബെൽ ശബ്ദിച്ചു. ആരാന്ന് പോയി നോക്ക്. ആരായാലും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇപ്പോൾ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞേര്. ഓ, മുരുകൻ പോയി. അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നു. സാറേ, സാറിനെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ... ആരായാലും പറ്റത്തില്ലെന്ന് പറയാൻ പറഞ്ഞതല്ലേടാ നാറി ഞാൻ. ഇന്ദുചൂടൻ ദേഷ്യത്തോടെ തിരിഞ്ഞു. എന്നാൽ അബദ്ധം പിടഞ്ഞതുപോലെ പെട്ടെന്ന് എഴുന്നേൽക്കാൻ ഭാവിച്ചു. വേണ്ടടോ, കിടന്നോ. മുരുകന് പിന്നാലെ ചിരിയമർത്തി അവിടേക്ക് വന്ന CI ജോൺ സക്കറിയ പറഞ്ഞു. സർ, ഞാൻ... ഇന്ദുചൂടൻ പതറി. ഓക്കെ, എനിക്കറിയാം. അയാൾ SIയെ ആകെ ഒന്ന് നോക്കി. അവൻ ഇന്ദ്രൻ അല്ലേ? സർ. കൊള്ളാം, കടുവയാണല്ലോടോ അവൻ. ഇന്ദുചൂടൻ വിളറി. ജോൺ സക്കറിയ മുരുകനോട് പറഞ്ഞു. താൻ അപ്പുറത്തേക്ക് പോ, ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. തലയാട്ടിക്കൊണ്ട് മുരുകൻ അവിടെ നിന്ന് മാറി. CI പറഞ്ഞു. പോലീസിന്റെ മേൽ കൈവയ്ക്കുന്നവന് ആയുസ് കുറവാ. അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ അലിഖിത നിയമം. മേലുദ്യോഗസ്ഥൻ പറയുക കൂടി ചെയ്താലോ? സർ, മനസ്സിലായില്ല. ജോൺ സക്കറിയ സ്റ്റൂളിൽ ഇരുന്നു. SP സാർ വിളിച്ചിരുന്നു. ഇത്താപ്പ് മുതലാളി അദ്ദേഹത്തിന്റെ ആളാ. അതുകൊണ്ട് കാരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാളെ ഈ നേരത്തിന് മുമ്പ് എനിക്ക് അവനെ കിട്ടണം. ഇന്ദ്രനെ ലോക്കപ്പിനുള്ളിൽ. അണ്ടർസ്റ്റാൻഡ്? സർ, പക്ഷേ മുള്ളങ്കല്ലി പഞ്ചായത്തിലെ ഭൂരിഭാഗം പേരും അവന്റെ കൂടായതുകൊണ്ട് അയാൾ പൂർത്തിയാക്കാൻ CA സമ്മതിച്ചില്ല. അറിയാം.
കാരണം വീണ് കിട്ടിയില്ലെങ്കിൽ തന്ത്രപൂർവ്വം ഉണ്ടാക്കണം. അവിടുത്തെ ജനങ്ങൾക്ക് എതിർക്കാൻ പറ്റാത്ത കാരണം എന്താ? മനസ്സിലായി സാർ. എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. CI തിരിച്ചുപോയി. ഫോണിൽ സംസാരിക്കാതെ CI നേരിൽ വന്നതിൽ നിന്ന് തന്നെ ഇന്ദുചൂടന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി കഴിഞ്ഞു. ഇന്ദ്രൻ അവൻ പട്ടിയെ തല്ലും പോലെ തന്നെ തല്ലി. SIയുടെ മുഖം വലിഞ്ഞു മുറുകി, കണ്ണുകൾ ചുവന്നു. ഇനി അവൻ 2 കാലിൽ നടക്കില്ല. അയാൾ തീരുമാനിച്ചു കഴിഞ്ഞു. വൈകിട്ട് കബനിയിൽ ഒന്ന് മുങ്ങിക്കുളിക്കാൻ ചെന്നതാണ് ഇന്ദ്രൻ. അക്കരെ കർണാടകത്തിലേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഒരു മുഖം തെളിഞ്ഞു. പാഞ്ചാലി. പിടയ്ക്കുന്ന കരിമീനുകൾ പോലെയുള്ള ആ കണ്ണുകൾ ഹൃദയത്തിന്റെ ചൂണ്ട കൊത്തി വലിക്കുന്നത് പോലെ. നദിക്ക് വീതി കുറവുള്ള ഒരു ഭാഗമായിരുന്നു അത്. നീന്തി അക്കരെ കടക്കാവുന്നതേയുള്ളൂ. ഒന്ന് പോയാലോ? കൂടുതൽ ചിന്തിക്കാൻ നിന്നില്ല. ചെന്ന വേഷത്തിൽ തന്നെ അവൻ നദിയിലേക്ക് ചാടി. നല്ല ഒഴുക്കുണ്ടായിരുന്നു. അക്കരെ എത്തുമ്പോഴേക്കും ക്ഷീണം തോന്നി. ഒരു പാറയിൽ കയറിയിരുന്ന് കിതപ്പടക്കി. തലയൊന്നു കുടഞ്ഞപ്പോൾ മുത്തുമണികൾ പോലെ വെള്ളം ചിതറി. സന്ധ്യയാകാറാവുകയാണ്. ആ പരിസരത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. പരുത്തിച്ചെടികളെ ഉലച്ചുകൊണ്ട് ഒരു കാറ്റ് വീശി. അവൻ മെല്ലെ പരുത്തിത്തോട്ടത്തിലേക്ക് കടന്നു. കുറച്ചകലെ കൃഷ്ണന്റെ വീട് കണ്ടു. അവന്റെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ പറഞ്ഞറിയിക്കാനാവാത്ത കുളിര് പരന്നു. പാഞ്ചാലി തന്നെ കാണുമ്പോൾ ഒന്നമ്പരക്കും തീർച്ച. കുടിലിന് പിന്നിൽ അവൻ എത്തി. അനക്കമൊന്നും കേട്ടില്ല. ഒരു വശത്തുകൂടി അവൻ കുടിലിന് മുന്നിലേക്ക് ചെന്ന് എത്തി നോക്കി. തിണ്ണയിൽ കാലുകൾ നീട്ടിവെച്ച് ഭിത്തിയിൽ ചാരിയിരിക്കുകയാണ് പാഞ്ചാലി. മനസ്സ് ഇവിടെയെങ്ങുമല്ലെന്ന് തോന്നി. കൃഷ്ണനെ അവിടെ കണ്ടില്ല. ഇന്ദ്രൻ ഒരു ചെറിയ കല്ലെടുത്ത് കുസൃതിച്ചിരിയോടെ അവൾക്ക് നേരെ എറിഞ്ഞു. സ്വപ്നത്തിൽ നിന്ന് ഉണരും പോലെ പാഞ്ചാലി ഞെട്ടിത്തിരിഞ്ഞു. ഇന്ദ്രനെ കണ്ടതും ആ മുഖത്ത് വിസ്മയം തിങ്ങി. അവൾ ചാടി എഴുന്നേറ്റു. അവൻ ചിരിച്ചു. സ്ഥലകാല ബോധം പോലുമില്ലാതെ നീ ആരെ ഓർത്തിരിക്കുകയായിരുന്നു പെണ്ണെ? അവളുടെ മുഖത്ത് നാണം. ഞാനിപ്പോൾ വിചാരിച്ചതേയുള്ളൂ. എന്നെക്കുറിച്ചാണോ? അവൻ തിണ്ണയിലേക്ക് കയറി. അവൾ മുഖം കുനിച്ചു. കൃഷ്ണേട്ടൻ എന്തിയേ? കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയതാ. ഇതെന്താ ആകെ നനഞ്ഞിരിക്കുന്നത്? നീന്തിയ ഇക്കരെ കടന്നത്. അവൻ അവളുടെ താടി പിടിച്ചുയർത്തി. അത് വേണ്ടായിരുന്നു. മരണം ഒളിഞ്ഞിരിക്കുന്ന നദിയ കബനി. പാറകളിൽ ഒത്തിരി വിള്ളലുകളുണ്ട്. അറിയാതെ അതിൽ പെട്ടുപോയാൽ ഉയർന്നു വരാൻ പാടാ. അങ്ങനൊന്നുമില്ല. നിന്നെ കാണാനാണെന്ന് കബനിക്കറിയാം. എന്നെ അപകടത്തിലൊന്നും പെടുത്തില്ല. ഇന്ദ്ര. ഒരു വിതുമ്പലോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു. നേർച്ചക്കോഴി പോലാ ഞാൻ. ഇത്താപ്പൂവിന്റെ ചങ്ക് പിളർക്കാനുള്ള പോരാട്ടം കഴിയുമ്പം ഞാൻ ജീവനോടെ കാണുമോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല ആ എന്നെ. പൂർത്തിയാക്കും മുൻപ് അവൻ അവളുടെ വായ് പൊത്തി. ഇങ്ങനൊന്നും പറയരുത് പെണ്ണെ. നിനക്കൊന്നും പറ്റത്തില്ല. അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. എനിക്ക് വേണം നിന്നെ. മരണത്തിനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇന്ദ്രൻ അവളെ ഇറുകി പിടിച്ചു. ഇവിടെ എന്തൊക്കെയാ വിശേഷങ്ങൾ? എന്നാ പദ്ധതി നടപ്പാക്കുക? ഇനി ഏറിയാൽ ഒരാഴ്ച. ദിവസം മാത്രം തീരുമാനിച്ചാ മതി. പാഞ്ചാലി പൊടുന്നനെ ആവേശത്തിലായി. ഇത്താപ്പൂവിന്റെ മരണം. എന്റെ തിളയ്ക്കുന്ന മനസ്സിന് അത് മാത്രമേ ആശ്വാസം പകരൂ. ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ടു. ഇരുവരും ശ്രദ്ധിച്ചു. ഇരുൾ വീണു തുടങ്ങിയ പരുത്തിത്തോട്ടത്തിന്റെ അങ്ങേയറ്റത്ത് റോഡിൽ ഒരു വെള്ളായം. ക്രമേണ ആ വെളിച്ചം അടുത്തുകൊണ്ടിരുന്നു. ഇന്ദ്രൻ മാറിക്കോ. അവൾ അവനിൽ നിന്നകന്നു. അവൻ പരുത്തിത്തോട്ടത്തിലേക്ക് ചാടി ചെടിക്ക് പിന്നിൽ മറഞ്ഞു. പാഞ്ഞു വന്ന ബെൻസ് കുടിലിന് മുന്നിൽ ബ്രേക്കിട്ടു. പിന്നിലെ ഡോർ തുറന്ന് ഇത്താപ്പു പുറത്തിറങ്ങി. അയാൾ പാഞ്ചാലിയെ നോക്കി. കൃഷ്ണൻ എന്തിയേടി? കവലേ പോയിരിക്കുക. ആ, വരുമ്പം പറഞ്ഞേര്. അടുത്ത ഞായറാഴ്ച നിന്റെ കല്യാണമാ. അത് നിങ്ങളെ മാത്രം തീരുമാനിച്ചാൽ മതിയോ? മതി. ഇത്താപ്പു മുന്നോട്ട് വന്നു. അതിനിടയ്ക്ക് വേഷം കെട്ടാനൊന്നും നീയും നിന്റെ തന്തയും മുതിരാതിരിക്കാൻ എനിക്കും ചിലതൊക്കെ ചെയ്തേ പറ്റൂ. ഇത്താപ്പു പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ഒരു ജീപ്പ് കൂടി അവിടെ എത്തി. അതിൽ നിന്ന് കാളിയപ്പന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇറങ്ങി. വിവാഹം കഴിയുന്നതുവരെ ഇനി ഇവരുണ്ടായിരിക്കും ഇവിടെ. നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും ഇവരെയും ഒപ്പം കൂട്ടിക്കൊള്ളണം. ഞങ്ങൾക്ക് മനസ്സിലെങ്കിലോ? മനസ്സ് ഇവരുണ്ടാക്കി തരും. ഇത്താപ്പു ചിരിച്ചു. ഇനി നിന്റെ ഭാഗത്തു നിന്ന് രക്ഷപ്പെടാൻ വല്ല ശ്രമവും ഉണ്ടായാൽ കയ്യും കാലും തല്ലിയൊടിച്ചേക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്റെ മകന് താലി കെട്ടാൻ നിന്റെ കഴുത്ത് മാത്രം മതിയടി. ആ കഴുത്തും കിട്ടിയില്ലേലോ? പാഞ്ചാലി ചീറി. ഞാനങ്ങ് ആത്മഹത്യ ചെയ്താലോ? എങ്കിലെനിക്ക് വിരോധമില്ല. ഇത്താപ്പു പിന്തിരിഞ്ഞ് കാറിൽ കയറി. സ്റ്റിയറിംഗ് വീലിന് പിന്നിലിരിക്കുന്ന വയലിനോട് പറഞ്ഞു, വിട്ടോടാ. ബെൻസ് മുന്നോട്ട് ഒഴുകും പോലെ നീങ്ങി. പാഞ്ചാലി ഒരു മാത്ര പകച്ചു നിന്നു. ഇന്ദ്രൻ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടാവും. അത് മാത്രമാണ് ആശ്വാസം. വരിനടാ, വന്നിരിക്കി. കങ്കാണിക്കാളിയപ്പൻ മറ്റുള്ളവരെ വിളിച്ച് തിണ്ണയിലിരുത്തി. പരുത്തിച്ചെടികൾക്ക് പിന്നിൽ നിന്ന് ഇന്ദ്രൻ പതുക്കെ പിന്നോട്ട് മാറി. വരുന്ന ഞായറാഴ്ച. അതിനു മുൻപ് ആക്രമണം ആസൂത്രണം ചെയ്തേ പറ്റൂ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പക്ഷേ പാഞ്ചാലിയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തേ പറ്റുതാനും. അവൻ ഒരിക്കൽ കൂടി തിണ്ണയിലേക്ക് നോക്കി.
പാഞ്ചാലി അകത്ത് കയറി വാതിൽ ശക്തിയായി അടയ്ക്കുന്നത് കണ്ടു. രാത്രി 9 മണി കഴിഞ്ഞു. പത്തനാപുരത്ത് സത്യനേശൻ മുതലാളി ഭക്ഷണം കഴിച്ചിട്ട് കിടപ്പുമുറിയിലേക്ക് പോയി. ഇന്നിനി തന്നെ തിരക്കാനിടയില്ല. വിശ്വൻ പുറത്തിറങ്ങി. വളരെ കാലമായി ഉപയോഗിക്കാതിരുന്ന ബുള്ളറ്റ് ബൈക്ക് പകൽ നേരത്ത് സ്റ്റാർട്ട് ചെയ്ത് പരിശോധിച്ചിരുന്നു. അത് സ്റ്റാൻഡിൽ നിന്നിറക്കി ഗേറ്റ് വരെ തള്ളിക്കൊണ്ടുപോയി റോഡിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇരുളിൽ അതിന്റെ ഘടഘട ശബ്ദം വെടിയൊച്ചകൾ പോലെ മുഴങ്ങി. ഗിയർ ചേഞ്ച് ചെയ്ത് അവൻ അത് മുന്നോട്ടെടുത്തു. സത്യമൊക്കിലെത്തി വലത്തേക്ക് തിരിഞ്ഞ് കൊട്ടാരക്കര ഭാഗത്തേക്ക് വിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ നിശ്ചിത വേഗത്തിൽ തന്റെ പിന്നാലെ വരികയാണ് ഒരു വാഹനം എന്ന് അവന് തോന്നി. അല്പം വേഗം വർദ്ധിപ്പിച്ചു നോക്കി. പിന്നിലെ വാഹനത്തിന് വേഗം കൂടി. അവൻ വേഗം കുറച്ചു. എന്നാൽ പിന്നിൽ വന്ന വാഹനം മറ്റൊരു വഴിയെ വെട്ടിത്തിരിഞ്ഞു പോയി. താൻ വെറുതെ സംശയിച്ചതാണ്. വിശ്വന് ചിരി വന്നു. ശിവജി, അവന്റെ അന്ത്യവിധി നടപ്പാക്കാനാണ് ഈ യാത്ര. അവൻ ആക്സിലേറ്റർ ഒന്നുകൂടി തിരിച്ചു. ബുള്ളറ്റ് നിലം തൊടാതെ അലറി കുതിച്ചു. ആ നേരത്ത് ശിവജി പതുക്കെ കണ്ണുകൾ തുറക്കുകയായിരുന്നു. ചുറ്റും അമ്പരപ്പിൽ അവൻ നോക്കി. എവിടെയാണ് താൻ? മങ്ങിയ വെളിച്ചമേയുള്ളൂ. അപ്പുറത്തെങ്ങോ ഉള്ള ലൈറ്റിന്റെ വെളിച്ചം പലകകൾക്കിടയിലൂടെ അകത്തേക്ക് തെറിച്ചു വീഴുന്നു. ഒരു ഷെഡിനുള്ളിലാണ് താൻ. ഞൊടിയിടയിൽ അവൻ സത്യനേശന്റെ വീട്ടിൽ വെച്ച് നടന്ന സംഭവം ഓർത്തു. ഭവാനി തന്നെ ചതിച്ചതാണ്. ഷെഡിന് പുറത്ത് ആരുടെയോ സംസാരം കേൾക്കാം. അവൻ പതുക്കെ എഴുന്നേറ്റിരുന്നു. ഭാഗ്യം, കയ്യോ കാലോ ഒന്നും കെട്ടിയിട്ടില്ല. അവൻ നിവർന്നു നിന്നു. തലയ്ക്ക് ഒരു മന്ദത പോലെ. മുന്നോട്ട് നീങ്ങി അവൻ ശബ്ദമുണ്ടാക്കാതെ പലകകളുടെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്ന വിറകുമുട്ടികൾ, അടുക്കി വെച്ചിരിക്കുന്ന ഇഷ്ടികകൾ. താൻ സത്യനേശൻ മുതലാളിയുടെ ഇഷ്ടികക്കളത്തിലാണെന്ന് അവൻ ഉറപ്പായി. വാതിൽക്കൽ കുട്ടപ്പൻ അടക്കമുള്ള ഗുണ്ടകൾ കാവലിരിക്കുകയാണ്. ഇവിടെയാണോ തന്റെ അന്ത്യം? ഇനി എന്തു ചെയ്യണം? അങ്ങനെ ചിന്തിച്ച് അവൻ കുറച്ചുനേരം നിന്നു. അവൻ ഉണർന്നോന്ന് നോക്കിയേടാ, കുട്ടപ്പൻ പറയുന്നു. ശിവജി തിടുക്കത്തിൽ പഴയതുപോലെ കിടന്നു. വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നു. കുനിഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കി. ഞൊടിയിടയിൽ ശിവജി അയാളുടെ വായ് പൊത്തി കഴുത്തിലൂടെ കൈയിട്ട് തന്റെ ശരീരത്തിലേക്ക് മറിച്ചു. അയാൾ പിടയാതിരിക്കാനായി തന്റെ കാലുകൾ കൊണ്ട് ചുറ്റിപ്പിടിച്ചു. നായേ, മിണ്ടരുത്. ശിവജി അയാളുടെ കാതിൽ അടക്കം പറഞ്ഞു. എന്നാൽ അയാളുടെ കാൽത്തട്ടി ഇരുട്ടിൽ എന്തോ തട്ടിമറിഞ്ഞു. കുട്ടപ്പൻ ചാടി എഴുന്നേറ്റ് അകത്തേക്ക് വന്നു. ഒരു സ്വിച്ചിട്ട് മുറിയിൽ പരന്ന വെളിച്ചത്തിൽ ആ കാഴ്ച കണ്ട് അയാൾ ഞെട്ടിപ്പോയി. വരിനടാ, അലറിക്കൊണ്ട് കുട്ടപ്പൻ ശിവജിയുടെ പിടി വിടുവിക്കുവാൻ ഒരു ശ്രമം നടത്തി. കഴിഞ്ഞില്ല. അപ്പോഴേക്കും മറ്റുള്ളവരും പാഞ്ഞെത്തി. അവർ ശിവജിയുടെ കൈകാലുകൾ ബലമായി പിടിച്ചകത്തി അയാളെ മോചിപ്പിച്ചു. കുട്ടപ്പൻ കൈ ചുരുട്ടി അവന്റെ മുഖത്തടിച്ചു. മുഖം കോടിപ്പോയതുപോലെ തോന്നി ശിവജിക്ക്. ഒടുക്കത്തെ പരാക്രമം കാണിക്കുകയായിരുന്നു അല്ലേടാ. നിനക്ക് സമ്മാനം തരാൻ കൊച്ചുമുതലാളി ഇപ്പോഴിങ്ങി വരും. അവർ അവനെ പുറത്തു കൊണ്ടുപോയി ഒരു തൂണിൽ പിടിച്ചു കെട്ടി. ചുട്ട മൺകട്ടയുടെ ഗന്ധം. ഗേറ്റ് കടന്ന് ഒരു ബുള്ളറ്റ് ബൈക്ക് വെട്ടിത്തിരിഞ്ഞു വന്നു. അതിന്റെ വെളിച്ചത്തിൽ ശിവജിയുടെ കണ്ണുകൾ മഞ്ഞളിച്ചു. ബൈക്ക് നിർത്തി വിശ്വൻ ഇറങ്ങി. ഇവൻ നേരത്തെ ഉണർന്നോ? ഉണർന്നതിപ്പോഴാ. പക്ഷേ അതിനിടയിൽ ഒരു കളി നടത്തി നോക്കി. കുട്ടപ്പൻ കാര്യം പറഞ്ഞു. അത് ശരി, മിടുക്കനാ ഇവൻ. അതല്ലേ നമ്മുടെ മൂക്കിന് കീഴിൽ തന്നെ ശകുനിയുടെ പകിട നിരത്തി കളിച്ചത്. വിശ്വൻ അവന്റെ കവളിൽ പതുക്കെ തലോടി. ഒന്നും ഞാൻ അറിയത്തില്ലെന്ന് നീ കരുതി അല്ലേടാ? ശിവജി മുഖം വെട്ടിച്ചു. എന്താ കോപമാ? വിശ്വൻ ചിരിച്ചു. കോപിച്ചോ. ഈ ജന്മത്തിലെ അവസാനത്തെ കോപമല്ലേടാ ഇത്? ഥു. ശിവജി കാറ് തുപ്പി. എന്റെ പെങ്ങളെ കൊന്ന നിന്നോടൊക്കെ സ്നേഹമുണ്ടായിട്ടാ ഞാൻ കൂടെ കൂടിയതെന്ന് കരുതിയോടാ. സത്യമായിട്ടും അത് മനസ്സിലാക്കാൻ അല്പം വൈകിപ്പോയി. പക്ഷെ അതിന്റെ മുതലും പലിശയും ചേർത്ത് ഞാനിങ്ങെടുക്കും. ആരെന്നല്ലേ? നിന്റെ കിളുന്ന പെങ്ങളെ, ശാരിയെ. കൊന്നാൽ പാവം തിന്നാൽ തീരുമെന്നല്ലേ ചൊല്ല്. ശിവജിയുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റിരമ്പി. അവൻ കാലുയർത്തി ഒറ്റ ചവിട്ട്. വിശ്വൻ അത് പ്രതീക്ഷിച്ചില്ല. അവൻ പിന്നോട്ട് മലച്ചു. നാറി, എന്റെ പെങ്ങളെ തൊട്ടാൽ കൊല്ലും ഞാൻ. വിശ്വൻ ഉച്ചത്തിൽ ചിരിച്ചു. ചത്തു കഴിഞ്ഞിട്ട് നീ ഇനി എന്ത് പിണ്ണാക്ക് കാണിക്കാനാടാ? പറഞ്ഞതും അവന്റെ മുഖമടച്ച് അടി വീണു. പിന്നെ ഗുണ്ടകളോട് അലറി. ഒടുക്കത്തെ സ്വീകരണം കൊടുക്കുക ഇവന്. ഗുണ്ടകൾ അവനെ വളഞ്ഞിട്ട് തല്ലി. അവസാനം ചോര പുരണ്ട ഒരു ചാക്ക് കെട്ട് പോലെ അവൻ തൂണിൽ തൂങ്ങിക്കിടന്നു. അവന്റെ വായിൽ നിന്ന് ഉമിനീര് കലർന്ന ചോര ഷർട്ടിലേക്ക് ഒഴുകി വീണു. കൺപോളകൾ ചതഞ്ഞു വീർത്തു. പുരികങ്ങൾ പൊട്ടിമലർന്നു. വിശ്വൻ വീണ്ടും അവന്റെ താടി പിടിച്ചുയർത്തി. നീ ഉണ്ടാക്കിക്കൊണ്ടുവന്ന മദ്യത്തിന്റെ സാമ്രാജ്യം ഈ രാത്രിയോടെ അവസാനിക്കും. നിന്റെ ആളുകളെ മുഴുവൻ നിന്റെ ഫോണിലെ നമ്പറുകൾ വെച്ച് ഞാൻ കളക്ട് ചെയ്ത് കമ്പോസ്റ്റ് വഴിയിൽ അടിവളമാക്കും. അതുകൊണ്ട് എനിക്ക് ഒരേയൊരു കാര്യം ഒഴികെ മറ്റൊന്നും നിന്നിൽ നിന്ന് അറിയാനില്ല. ശിവജി പണിപ്പെട്ട് കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. ചോദ്യം ഇതാണ്, എന്റെ പെങ്ങളെ റാണി എവിടെയുണ്ടെന്ന് നിനക്കറിയാം. എവിടെയാ? ഒറ്റ തുപ്പായിരുന്നു ശിവജി. ചോരയും ഉമിനീരും വിശ്വന്റെ മുഖത്ത് ചിതറി വീണു. കഴിവേറി. വിശ്വൻ ഒറ്റയിടി. അതോടെ കഴുത്തൊടിഞ്ഞതുപോലെ അവന്റെ ശിരസ് മുന്നോട്ട് മറഞ്ഞു. ഇവന്റെ കൂട്ടുകാരിൽ നിന്ന് നമുക്ക് റാണിയെ കണ്ടെത്താം. ഇവന് മാലയും പൊക്കയും കൊടുത്ത് യാത്രയച്ചേരി. കുട്ടപ്പൻ കെട്ടടിച്ചു. ശിവജി തറയിൽ വീണു. ഗുണ്ടകൾ അവനെ തറയിലൂടെ വലിച്ച് പുതിയ ഇഷ്ടികച്ചൂളയ്ക്ക് അടുത്തെത്തിച്ചു. അതിന്റെ ഒരു ഭാഗം മാത്രം തുറന്നിട്ടിരുന്നു. ബാക്കിയൊക്കെ തീ കൊളുത്താൻ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. ശിവജിയെ അവർ വിറകടുക്കുന്ന ഭാഗത്തേക്ക് തള്ളിക്കയറ്റി. പിന്നെ ഉണക്ക വിറകടുക്കി.
പെട്രോൾ തളിച്ച് വിറകിന് തീ കൊളുത്തി. പിന്നെ പുറംഭാഗം ഇഷ്ടികകൾ അടുക്കി ചെളി പുരട്ടി അടച്ചു. എല്ലാം ഭദ്രം. ഇഷ്ടികകൾക്കിടയിലൂടെ പുക പുറത്തേക്ക് വന്നു തുടങ്ങി. അകത്ത് ചുമയുടെയും തീയിൽ വീണ് പിടയുന്ന കാട്ടുമൃഗത്തിന്റെയും പോലെ മുരൾച്ചയും പിടിച്ചിലും അവ്യക്തമായി കേട്ടു. അധ്യായം 22. ഹോ, ഒരു വലിയ കാര്യം ചെയ്തു തീർത്ത മട്ടിൽ വിശ്വൻ കൈകൾ വീശിക്കുടഞ്ഞു. പിന്നെ കുട്ടപ്പനെ നോക്കി. ജീപ്പിൽ ഒന്നും ഇരിപ്പില്ലേടാ? ഉണ്ട്, പോയി എടുത്തോണ്ട് വാടാ. കുട്ടപ്പൻ ഷെഡിന് പിന്നിൽ കിടന്നിരുന്ന ജീപ്പിൽ നിന്ന് ഒരു കുപ്പി മദ്യവും ഗ്ലാസുകളും സോഡയും മറ്റും എടുത്തുകൊണ്ടുവന്നു. ഷെഡിനുള്ളിൽ കയറിയിരുന്ന് അവർ സുരപാനം തുടങ്ങി. ഇഷ്ടികകൾക്കിടയിൽ വിറകുകൾ തീപിടിച്ച് പൊട്ടിച്ചിതറുന്നതിന്റെ നേരിയ ശബ്ദം കേൾക്കാമായിരുന്നു. അവന്റെ നിലവിളിയൊന്നും കേട്ടില്ലല്ലോ. കുട്ടപ്പൻ പിറുപിറുത്തു. ആദ്യമേ ബോധം പോയി, അതുകൊണ്ട് സുഖമരണം. പച്ചയ്ക്ക് കത്തിക്കുവാന്ന് പറഞ്ഞാൽ ഇതാ. വിശ്വനൊന്ന് കാറിത്തുപ്പി. ഫു, പെങ്ങട മരണത്തിന് പ്രതികാരം ചെയ്യാനിരിക്കുന്നു പട്ടി. കുട്ടപ്പ, എന്തോ? നാളെ അവന്റെ പെങ്ങൾ ഈ കളത്തിലുണ്ടാവണം. കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇതുപോലെ അവളെയും നമുക്ക് ഇഷ്ടികയ്ക്ക് തീ കായ്ക്കാം. എന്താ? സമ്മതിച്ചു കൊച്ചു മുതലാളി. കുട്ടപ്പന് ഉത്സാഹമായി. വിശ്വൻ കീശയിൽ കൈയിട്ട് ശിവജിയുടെ സെൽഫോൺ എടുത്തു. നമുക്ക് കൊല്ലേണ്ട ആൾക്കാരുടെ നമ്പരാ ഇതിലുള്ളത്. എല്ലാവർക്കും മദ്യം തലയ്ക്ക് പിടിച്ചു തുടങ്ങി. വിശ്വൻ എഴുന്നേറ്റു. നിങ്ങൾ രാവിലെ പോന്നാൽ മതി. വാച്ചർ ഇവിടെ ഇല്ലല്ലോ. അയാള് രാവിലെ വരുമ്പോ നിങ്ങൾക്ക് പോകാം. അവൻ തലയാട്ടി. പിന്നെ അച്ഛൻ എന്തെങ്കിലും ചോദിച്ചാ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. പെട്ടെന്ന് പെട്രോളിന്റെ ഗന്ധം അവിടെ പരന്നു. അവർ മൂക്ക് വിടർത്തി പരസ്പരം നോക്കി. ഷെഡിന്റെ പലകകളിൽ നനവും കണ്ടു. അപകടം. വിശ്വൻ പുറത്തേക്ക് ഓടാൻ ഭാവിച്ചു. എന്നാൽ പുറത്തുനിന്നാരോ വാതിൽ വലിച്ചടച്ച് കൊളുത്തിട്ടു. ആരടാ അത്? വിശ്വൻ ഗർജിച്ചു. നിന്റെ തന്തയാ മോനെ, ബാങ്കർ സത്യനേശൻ. പണ്ട് ചിട്ടിയ വിട്ടിയെന്നും പറഞ്ഞ് ആൾക്കാരുടെ കാശ് വെട്ടിച്ച് ബാങ്കറായ പരനാറി. പുറത്തുനിന്ന് മുഴക്കമുള്ള ഒരു ശബ്ദം കേട്ടു. നായേ, മര്യാദയ്ക്ക് വാതിൽ തുറക്കടാ. അപ്പനെ നായെന്ന് വിളിക്കുമ്പം മോനെ എന്നതാടാ കൊച്ചനെ വിളിക്കുക? ചോദ്യത്തിനൊപ്പം പുറത്തൊരു പന്തം തെളിഞ്ഞു. പലകകൾക്കിടയിലൂടെ വെളിച്ചത്തിന്റെ ചില്ലുകൾ അകത്തെത്തി. ഇഷ്ടികയുടെ കീഴിൽ വെച്ച് കത്തിക്കുന്നത് സമയം പോന്ന കാര്യമാ. അതുകൊണ്ട് എല്ലാത്തിനെയും കൂടെ ഒന്നിച്ചങ്ങ് തീർക്കാൻ പോവാ. വിശ്വനും ഗുണ്ടകളും വിറച്ചുപോയി. അതിനിടെ കുട്ടപ്പൻ ഷെഡിന്റെ പലകകൾ ആഞ്ഞു ചവിട്ടി. ചില സിനിമകളിലേതുപോലെ അത് തകർത്തുകൊണ്ട് പുറത്തു ചാടുകയായിരുന്നു ലക്ഷ്യം. പക്ഷെ പലക തകർന്നില്ല. നോക്ക്, ഞങ്ങൾക്ക് വേണ്ടത് വിശ്വനെയാ. വാതിൽ തുറന്നു തരും. വിശ്വൻ പുറത്തു വരണം. അതല്ലെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ച് ചാകാം. 6-7 പേരുണ്ട്. അവരിൽ ചിലത് പരിചിത മുഖങ്ങളാണ്. അപ്പോൾ ഞങ്ങളത് കത്തിക്കട്ടോ? പുറത്തു നിൽക്കുന്നവർ അക്ഷമരായി. വിശ്വൻ കുട്ടപ്പനെ നോക്കി. ഞാൻ അങ്ങോട്ടിറങ്ങും, കൂടെ നിങ്ങളും ചാടിയേക്കണം. അവൻ അടക്കം പറഞ്ഞു. അവർ കരുതലോടെ നിന്നു. വാതിൽ തുറക്ക്, ഞാൻ പുറത്തു വരാം. വിശ്വൻ പുറത്തേക്ക് കാൽവെച്ചതേയുള്ളൂ. പിൻകഴുത്തിൽ ഒരടിയേറ്റു. ആ! അവൻ മുന്നോട്ട് കുനിഞ്ഞു. ആ നിമിഷം കഴുത്തിൽ ഒരു പാണ്ടിക്കത്തി കുറുകെ അമർന്നു. പുറത്തേക്ക് ചാടാനാഞ്ഞ കുട്ടപ്പനും മറ്റും സ്തബ്ധരായി. വേഷം കെട്ടെടുക്കല്ലേ മക്കളെ. അവരുടെ നേതാവ് കൊടുവാൾ സത്താർ എന്ന് വിളിക്കുന്ന മാന്തുകകാരൻ സത്താർ പന്തം വലിച്ചെറിഞ്ഞ് പല്ലിറങ്ങി. ഒരിക്കൽ സത്യനേശൻ മുതലാളിയുടെ മദ്യ ബിസിനസിന്റെ ചുക്കാൻ പിടിച്ചിരുന്നത് സത്താറായിരുന്നു. പിന്നീട് എന്തോ കാര്യത്തിന് തെറ്റിപ്പിരിഞ്ഞു. സത്താറെ, കുട്ടപ്പൻ വിളിച്ചു. പുല്ലേ, മിണ്ടരുത് നീ. ഇവന്റെ കോണകം കഴുകി കൊടുക്കുന്നതിന്റെ ഗമയൊന്നും എന്നോട് കാണിക്കല്ലേ. അറിയാമല്ലോ നിനക്കെന്നെ. നിങ്ങൾക്കെന്ത് വേണം? വിശ്വൻ മര്യാദയുടെ പക്ഷത്തായി. വേണ്ടത് ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ നേതാവിനാ. അദ്ദേഹം വരട്ടെ. നേതാവോ? എന്താ, ആ വാക്ക് കേട്ടിട്ടില്ലേ കൊച്ചുമുതലാളി ഇതുവരെ? വിശ്വൻ മിണ്ടിയില്ല. സത്താർ തുടർന്നു. ഗുണ്ടച്ചേട്ടന്മാർ ഓരോരുത്തരായി പുറത്തോട്ട് പോന്നാട്ടെ. അല്ലേല് കൊച്ചുമുതലാളിയുടെ തലവെട്ടി ഒരു താലത്തിൽ വെച്ച് തരും ഞങ്ങള്. താലപ്പൊലി പിടിക്കും പോലെ അതും പിടിച്ചോണ്ട് പോകേണ്ടി വരും നിങ്ങൾക്ക്. അത് വേണോ? വേണ്ട. ആദ്യം കുട്ടപ്പൻ പുറത്തു വന്നു. പിറകെ മറ്റുള്ളവരും. നിരന്നു നിൽക്ക്. നിസ്സഹായരായി അവർ നിരന്നു നിന്നു. വിശ്വന്റെ കഴുത്തിൽ കത്തിയിരിക്കുന്നതിനാൽ ഒന്നിനും കഴിയുന്നില്ല. സത്താർ മറ്റുള്ളവർക്ക് ഒരടയാളം കൊടുത്തു. അവർ കുട്ടപ്പന്റെയും മറ്റും ഇടതുകൈയിൽ ഒരു കയർ കെട്ടി. ആനയുടെ പിൻകാലുകൾ ബന്ധിക്കുന്നത് പോലെ. ഇനി അവർക്ക് ഓടണമെന്ന് തോന്നിയാൽ പറ്റില്ല. കൊച്ചുമുതലാളി, നടന്നേ. അവർ വിശ്വനെ നേരത്തെ ശിവജിയെ കെട്ടിയ തൂണിൽ കൈകൾ ഇരുവശത്തു കൂടിയും പിന്നോട്ടെടുത്ത് കെട്ടി. എല്ലാം ഭദ്രം. വിശ്വന്റെ ഗുണ്ടകളെയും കൊണ്ടുവന്ന് നിരത്തി നിർത്തി. ഇനി നമുക്ക് കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാക്കാം. സത്താർ ഒരു സിഗരറ്റ് കത്തിച്ചു. നിന്റെയൊക്കെ നേതാവെന്തിയെ? വിളിക്ക്, പണ്ടാരമടക്കാൻ. അവനെന്താ വേണ്ടതെന്ന് പറയട്ടെ. വിശ്വൻ അസ്വസ്ഥനായി. പെട്ടെന്ന് ഇഷ്ടികച്ചോളയുടെ മുകളിൽ നിന്ന് ഒരു ചൂളമടി കേട്ടു. അവിടേക്ക് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ താഴേക്ക് പറന്നു വരുന്നു. 2 കാലുകളും നിലത്തൂന്നി അവൻ വിശ്വന്റെ മുന്നിൽ നിവർന്നു നിന്നു. വിശ്വനും ഗുണ്ടകളും ഞെട്ടിപ്പോയി. അല്പം മുമ്പ് തങ്ങൾ വിറകുകൾക്കുള്ളിലാക്കി കത്തിച്ച ശിവജി മുന്നിൽ. അവൻ ചിരിച്ചു. കൊച്ചുമുതലാളി പേടിക്കണ്ട, പ്രേതമാ ഞാൻ. വിശ്വന് തല കറങ്ങി. ഞങ്ങളുടെ നേതാവിനെ ചുമ്മാതങ്ങ് കത്തിക്കാമെന്ന് കരുതിയോ നിങ്ങളൊക്കെ? സത്താർ നെഞ്ചി വിരിച്ചു നിന്നു. നിങ്ങൾ ചൂളയുടെ വായടച്ചപ്പം പിൻഭാഗത്തെ വിറക് നീക്കുമായിരുന്നു ഞങ്ങള്. ഛേ! വിശ്വൻ തല കുനിച്ചു.
ചൂളയ്ക്ക് ചുറ്റുപാടും ശ്രദ്ധിക്കാതെ പോയത് അബദ്ധമായി. ശിവജി മുന്നോട്ടടുത്തു. വിശ്വന്റെ കവളടക്കം ഒന്ന് പൊട്ടിച്ചു. നീ എന്താടാ കരുതിയത്? എന്നെ ചുമ്മാതങ്ങ് കൊല്ലാമെന്നോ? നിന്നെയും നിന്റെ കുടുംബത്തെയും ഇല്ലാതാക്കാതെ ഈ ശിവജി ചാകുമോടാ? എടാ! വിശ്വന്റെ കണ്ണുകൾ കത്തിയെരിഞ്ഞു. പോടാ, നേരത്തെ പറഞ്ഞതുപോലെ നീയാണിപ്പോൾ അവസാനമായി ദേഷ്യപ്പെടുന്നത്. പച്ചയ്ക്ക് കത്തിയെരിയുന്നതിന്റെ സുഖം നിന്നെക്കൊണ്ട് അനുഭവിപ്പിക്കാം ഞാൻ. ശിവജി വിശ്വന്റെ ഷർട്ടിന്റെ ബട്ടണുകൾ അഴിച്ചുമാറ്റി. ശിവജി, വേണ്ട. കുട്ടപ്പൻ മുന്നോട്ടാഞ്ഞു. വെട്ടിത്തിരിഞ്ഞ് കവളടക്കം അയാൾക്കും ഒന്ന് കൊടുത്തു അവൻ. നിനക്ക് മിണ്ടാൻ അവസരമില്ല. വീണ്ടും അവൻ വിശ്വന് അഭിമുഖമായി നിന്നു. വിത്തുകാളയെപ്പോലെ നാട് മുഴുവൻ മതിച്ചു നടന്ന് പെൺകുട്ടികളെ നശിപ്പിച്ചപ്പോൾ ഇങ്ങനെയൊരു തിരിച്ചടി നീ കരുതിയില്ല അല്ലേടാ? ഇന്നോടെ ഒക്കെ തീരുകയാണ്. നിനക്ക് അഗ്നി കൊണ്ട് സമാധി തരികയാണ് ഞാൻ. ശിവജി പിന്നിലേക്ക് കൈനീട്ടി. പെട്രോളിൽ മുക്കിയ ഒരു പന്തം സത്താർ അവന് കൊടുത്തു. ലൈറ്ററിന്റെ നാളത്തിൽ ശിവജി അതിലേക്ക് തീ പിടിപ്പിച്ചു. ഭൂം എന്ന് പന്തമാളി. ശിവജി അത് വിശ്വന്റെ മുഖത്തിന് നേരെ നീട്ടി. ശിവജി, വിശ്വൻ എന്തോ പറയാൻ ഭാവിച്ചു. അപ്പോഴേക്കും അവന്റെ മീശയും പുരികവും കരിഞ്ഞുപോയി. ഗുണ്ടകൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. ശിവജി പന്തം താഴേക്ക് നീക്കി. വിശ്വന്റെ നെഞ്ചിലെ രോമങ്ങൾ കരിഞ്ഞു. പിന്നെ തലമുടി. അവന്റെ കിടിലം കൊള്ളിക്കുന്ന അലർച്ച, കരിഞ്ഞ രോമത്തിന്റെ നാറ്റം. ശിവജി പന്തം അവന്റെ വായിലേക്ക് കുത്തിയിറക്കി. അതോടെ അലർച്ച മുറിഞ്ഞു. പന്തം വലിച്ചെടുത്തപ്പോൾ ചൂടുതുണി വിശ്വന്റെ വായിൽ കുരുങ്ങി. കമ്പ് മാത്രം ശിവജിയുടെ കയ്യിൽ. വിശ്വൻ അത് തുപ്പിക്കളയാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല. വായും നാവും പൊള്ളിച്ച് അത് അവിടെ തന്നെ ഇരുന്നു. അണഞ്ഞ പന്തത്തിൽ നിന്ന് പുക പുറത്തേക്ക് ചാടി. വിശ്വൻ തൂണിൽ തലയിട്ടിടിച്ചു. കൈകൾ കൊണ്ട് അന്തരീക്ഷത്തിൽ ചുരമാന്തി. പച്ചമാംസം കരിഞ്ഞ ഗന്ധം. ശിവജി, നിനക്കെന്ത് വേണേലും തരാം. കൊച്ചുമുതലാളിയെ കൊല്ലല്ലേടാ, കുട്ടപ്പൻ യാചിച്ചു. നിന്നോടല്ലടാ മിണ്ടരുതെന്ന് പറഞ്ഞത്. ശിവജി അയാളുടെ നെഞ്ചിൽ ഒരു ചവിട്ട്. കുട്ടപ്പൻ മലർന്നു വീണു. ശിവജി അയാളുടെ കഴുത്തിൽ ഇടംകാലമർത്തി. നിനക്കും ചാകണോടാ? വേണ്ട. കുറച്ചു മുൻപ് എന്നെ പച്ചയ്ക്ക് കത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ നീ എന്താടാ ഈ പട്ടിയോട് ഇങ്ങനെ അപേക്ഷിക്കാഞ്ഞത്? കുട്ടപ്പന് നാവനങ്ങിയില്ല. ശിവജി അയാളെ പിടിച്ചുയർത്തി നേരെ നിർത്തിയിട്ട് വിശ്വന്റെ അടുത്തെത്തി. അവന്റെ ബോധം ഏതാണ്ട് മറഞ്ഞ മട്ടായിരുന്നു. മരിക്കും മുൻപ് ഇത് കൂടി കേട്ടോടാ നീ. നിന്റെ പെങ്ങള് എന്റെ കസ്റ്റഡിയിലുണ്ട്. പിന്നെ നിന്റെ തന്തയുടെ പള്ളയ്ക്ക് കത്തി കയറ്റിയത് ഇന്ദ്രനല്ല, ഞാനാ. കാരണമൊക്കെ പിന്നെ ഞാൻ അയാളോട് പറഞ്ഞോളാം. നടുങ്ങും പോലെ വിശ്വന്റെ ഉടലൊന്ന് പിടഞ്ഞു. ബാങ്കർ സത്യനേശന്റെയും മകന്റെയും യുഗം അവസാനിക്കുകയാണ്. ഇനി പത്തനാപുരത്തിന്റെ നായകൻ ഈ ശിവജിയാണ്. ശിവജി. ഭ്രാന്ത് പിടിച്ചതുപോലെ അവൻ അലറിച്ചിരിച്ചു. ചോര കാണുന്നതാ എനിക്കിഷ്ടം. നിന്റെ ചോരയും കാണണം എനിക്ക്. വിശ്വൻ ഒന്ന് ഞരങ്ങി. സത്താറേ! ശിവജി വിളിച്ചു. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ അയാൾ ഒരു പന്തം കൂടി നീട്ടി. ശിവജി അത് വാങ്ങിയിട്ട് വിശ്വന്റെ ഗുണ്ടകളെ നോക്കി. ഈ നിമിഷം മുതൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. അതിന് തയ്യാറുണ്ടെങ്കിൽ നിങ്ങളെ കൊല്ലാതെ വിടാം. അല്ലെങ്കിൽ പണ്ട് കോഴിയുടെ കൂട കരിക്കും പോലെ നിന്നെയൊക്കെയും ഞാൻ കരിക്കാൻ പോവുകയാണ്. അയ്യോ വേണ്ട. കുട്ടപ്പനാണ് ആദ്യം പറഞ്ഞത്. നല്ലത്. ഇവൻ തരുന്നതിന്റെ ഇരട്ടി തരും ഞാൻ. പകരം നിങ്ങളുടെ പ്രാണൻ എനിക്ക് പണയപ്പണ്ടമായി തരികയാണ്. ഞാൻ പറയുന്നതേ നിങ്ങളിനി ചെയ്യൂ. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? അവർ മിണ്ടിയില്ല. നിങ്ങളുടെ വലത് കൈ സ്വതന്ത്രമാക്കി തന്നത് ഒരന്ത്യകർമ്മം ഈ വിശ്വന് ചെയ്യാൻ വേണ്ടിയാണ്. ശിവജി വെട്ടിത്തിളങ്ങുന്ന ഒരു കത്തിയെടുത്ത് കുട്ടപ്പന്റെ കയ്യിൽ പിടിപ്പിച്ചു. പോയി കുത്തട അവന്റെ നെഞ്ചത്ത്. കുട്ടപ്പൻ അന്താളിച്ചു നിന്നു. നിനക്ക് വയ്യേടാ. ശിവജി, അത്... മറുപടിയായി അവൻ പന്തം കത്തിച്ചു. പിന്നെ കുട്ടപ്പൻ ഒന്നും ചിന്തിച്ചില്ല. പതുക്കെ വിശ്വന് നേരെ ചെന്നു. കണ്ണുകൾ ഇറക്കി അടച്ചു. എടാ കുത്താൻ! ഒറ്റ കുത്തായിരുന്നു കുട്ടപ്പൻ. കൊച്ചു മുതലാളി പൊറുക്കണം. വിശ്വന്റെ വായിൽ നിന്ന് തുണി തെറിച്ചുപോയി. ഒരാൾ ആ സെക്കൻഡിൽ ഫോട്ടോ എടുത്തു. കത്തി വലിച്ചൂരടാ. കുട്ടപ്പൻ കത്തി വലിച്ചൂരി. ചോര ചീറ്റിത്തെറിച്ചു. വിശ്വൻ അലറിപ്പിടഞ്ഞു. കത്തി അടുത്തയാളിന് കൊടുക്ക്. ശിവജിയുടെ കൽപ്പന. വിറപൂണ്ട വിരലുകൾ കൊണ്ട് കുട്ടപ്പൻ ചോര പുരണ്ട കത്തി അടുത്തയാളിന് കൈമാറി. അയാളും തങ്ങളുടെ കൊച്ചു മുതലാളിയുടെ നെഞ്ചിൽ കത്തി കൊണ്ട് ഒരു ദ്വാരം തീർത്തു. അപ്പോഴും ഫ്ലാഷ് മിന്നി. വിശ്വൻ അലറിക്കൊണ്ടിരുന്നു. അങ്ങനെ ഗുണ്ടകൾ മുഴുവൻ കുത്തിക്കഴിഞ്ഞപ്പോൾ ചുവന്ന പഴന്തുണിക്കെട്ട് പോലെ വിശ്വൻ തൂണിലൂടെ താഴെ കൂർന്നു. ഈ നിമിഷം നിങ്ങളുടെ മുതലാളി ഞാനാ. വിളിക്കനടാ. ശിവജി മുതലാളി, അവർ വിളിച്ചു. കൊള്ളാം. അവന്റെ നിർദ്ദേശാനുസരണം സത്താറും മറ്റും കുട്ടപ്പന്റെ കൂട്ടാളികളുടെയും കെട്ടുകൾ അഴിച്ചു. നിങ്ങൾ വിശ്വനെ കൊന്നതിന്റെ ഫോട്ടോകൾ എന്റെ പക്കലുണ്ട്. അത് മറക്കരുത്. വിശ്വനെ നിങ്ങളാരും കണ്ടിട്ടില്ല. ആര് ചോദിച്ചാലും അതേ പറയാവൂ. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ നിങ്ങൾ തൂങ്ങും. അവർ തലയാട്ടി. തൽക്കാലം ഞങ്ങൾ പോകുക. ഈ ശവം ഇഷ്ടികകൾക്കിടയിലിട്ട് കത്തിച്ചേര്. അത് നിങ്ങളുടെ ജോലിയാ. എന്റെ ശരീരത്ത് നേരത്തെ കൈവച്ചതിന് തൽക്കാലം മാപ്പ് തരുന്നു. കൂടുതലൊന്നും പറയാതെ ശിവജി തിരിഞ്ഞു നടന്നു. ഒപ്പം സത്താറും മറ്റും. കുട്ടപ്പനും സംഘവും പകച്ചു നിന്നു. പിന്നെ ഞെട്ടി ഉണർന്നതുപോലെ വിശ്വന്റെ ശവത്തിന് നേരെ തിരിഞ്ഞു. നേരം പുലരുകയാണ്. പ്രകൃതിയെ മൂടി നിന്നിരുന്ന മഞ്ഞിന് പെട്ടെന്ന് കട്ടി കൂടിയതുപോലെ.
ഇന്ദ്രൻ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. 5 അടിയിൽ കൂടുതൽ ദൂരത്ത് ഒന്നും കാണാൻ കഴിയുന്നില്ല. വെള്ളിപ്പിശാചുക്കളെ പോലെ തലയുയർത്തി നിൽക്കുകയാണ് മരങ്ങൾ. അടുക്കളയിൽ പാത്രങ്ങൾ അനങ്ങുന്ന ഒച്ച കേട്ടു. അമ്മേ, കാപ്പിയിട്ടെങ്കിൽ എനിക്ക് തന്നേര്, അവൻ വിളിച്ചു പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ സുശീല ആവി പറക്കുന്ന കാപ്പി കൊണ്ടുവന്ന് ഇന്ദ്രന് കൊടുത്തു. അവനത് കുടിച്ചു തീർത്തപ്പോഴേക്കും മഞ്ഞിന്റെ കനം കുറഞ്ഞു തുടങ്ങി. റോഡിലൂടെ ആളുകൾ പോകുന്നത് കാണായി. പുൽപ്പള്ളിയിൽ ഓട്ടോയുടെ പണി കഴിഞ്ഞ് കിടക്കുകയാണ്. അതിറക്കണം. 10,2500 രൂപയാകും. തന്റെ കയ്യിൽ പണമില്ല. ഇത്താപ്പ് മുതലാളിയുടെ മോളോട് വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകണ്ടെന്നും താൻ പണം മുടക്കാമെന്നുമാണ് ഓട്ടോ ഉടമ കുഞ്ഞുമോൻ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അത് ശരിയല്ലല്ലോ. ആൾക്കാരുടെ നെഞ്ചത്തു കൂടിയുള്ള ഇത്താപ്പുവിന്റെ മകളുടെ പാച്ചിൽ നിർത്തണം. അവൻ തീരുമാനിച്ചു. രാവിലെ 9 മണി. ഡാഡി, എനിക്കൊരു 10,000 മണി വേണം. സമയ ഇത്താപ്പുവിന്റെ മുന്നിലെത്തി. എന്തിനാ മോളെ? ഇത്താപ്പു അമ്പരപ്പ് ഭാവിച്ചു. ഇത്രയും കാശൊക്കെ ചെലവാക്കുക എന്ന് പറഞ്ഞാൽ ഇന്നലെയല്ലേ 5,000 തന്നത്? അതങ്ങ് തീർന്നു. സമയം പോന്നു. സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. അവൾ അക്ഷമയായി. ഹീലുള്ള ചെരുപ്പും അറ്റം തൊങ്ങൽ പോലെയുള്ള ഹാഫ് ജീൻസും ചുളുക്കിട്ട് തുന്നിയ വെള്ള ടോപ്പുമായിരുന്നു അവളുടെ വേഷം. മകളെ സൂക്ഷിച്ചെന്ന് നോക്കിയിട്ട് ഇത്താപ്പു അകത്തുപോയി രൂപ എടുത്തു കൊണ്ടുവന്നു. ഒന്ന് ചൂളമടിച്ചുകൊണ്ട് ആ രൂപയും വാങ്ങി അവൾ തന്റെ ചുവന്ന സ്കോർപിയോയിൽ വന്ന് കയറി. സ്വിച്ച് കീ തിരിഞ്ഞു. ടേപ്പ് ഓണായി. മണൽ തരികളിൽ ചാലുകൾ കീറി അത് ഗേറ്റ് കടന്നു. മുള്ളംകൊല്ലി എസ്റ്റേറ്റ് കഴിഞ്ഞതും പെട്ടെന്ന് അവൾ ബ്രേക്ക് അമർത്തി. റോഡിന് നടുവിൽ ഒരു പിടിവണ്ടി കിടക്കുന്നു. ഒഴിഞ്ഞു പോകാൻ സ്ഥലമില്ല. കുറുകെയാണ് കിടക്കുന്നത്. ടേപ്പ് ഓഫ് ചെയ്തിട്ട് അവൾ ഹോൺ നീട്ടിയടിച്ചു. കുറെ തൊഴിലാളികൾ നടന്നു വരുന്നത് കണ്ടു. അവൾ വിൻഡോ താഴ്ത്തിയിട്ട് തല പുറത്തേക്ക് നീട്ടി. വലിച്ചു മാറ്റടാ വണ്ടി. അങ്ങനെ മാറത്തില്ല മേഡം, കാരണം അതവിടെ ഇട്ടത് ഞാനാ. കാതിനരികിൽ ഒരു ശബ്ദം. അവൾ ഞെട്ടിത്തിരിഞ്ഞു. സ്കോർപിയോയിൽ ചാരി അവൻ നിൽക്കുന്നു. ഇന്ദ്രൻ. സമയയുടെ മുഖം പെട്ടെന്ന് ചുവന്നു. യു യു എന്താ കൊച്ചേ, നാക്കയിൽ ബാക്കി വരുന്നില്ലേ? എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ബാസ്റ്റേഡ്, റാസ്കൽ, സ്കൗണ്ട്രൽ. എന്ത് വേണം? എടാ, നീ മര്യാദയ്ക്ക് വണ്ടി മാറ്റടാ. അവൾ ചീറി. എടാന്നോ? നീയെന്താ എന്നെ മടിയിൽ കിടത്തി അമ്മിഞ്ഞപ്പാല് തന്നിട്ടുണ്ടോ? ഇന്ദ്രൻ ചിരിച്ചു. ഛി. അവൾ മുഖം വെട്ടിച്ചു. എന്നെ നിനക്ക് അറിയില്ല. അത് നേര്. അറിയാത്തവരെ അറിയിപ്പിക്കാൻ ഇറങ്ങിയതായിരിക്കും രാവിലെ, അല്ലേ? സമയയ്ക്ക് ക്ഷമ നശിച്ചു. ഡോർ തുറന്ന് അവൾ പുറത്തേക്ക് ചാടി. തൊഴിലാളികൾ അമ്പരപ്പിൽ നോക്കി നിൽക്കുകയാണ്. ഇന്ദ്രന്റെ കവിളത്തടിക്കാനായി അവൾ കൈവീശി. എന്നാൽ ഒരു പൂവ് പിടിക്കും പോലെ അവൻ ആ കൈ പിടിച്ചു. ചി, വിടടാ. പക്ഷേ അവൻ വിട്ടില്ല. അവൾ കൈ വലിക്കാൻ നോക്കി. കഴിഞ്ഞില്ല. ഉരുക്ക് പൂട്ടിൽ കുടുങ്ങിയതുപോലെ അവന്റെ കയ്യിൽ ഇരുന്ന് ഞെരിഞ്ഞു. എടാ, വിടാൻ. അവൾ അവനെ ചവിട്ടാൻ കാലുയർത്തി. വേണ്ട കൊച്ചേ, അങ്ങുമിങ്ങും എത്താത്ത പാൻറ് കീറിപ്പോകും. എനിക്ക് വെറുതെ പണിയുണ്ടാക്കല്ലേ. ഇന്ദ്രൻ ഉച്ചത്തിലാണ് പറഞ്ഞത്. തൊഴിലാളികൾ കേട്ടു നിൽക്കുന്നു. തന്റെ തൊലി ഉരിയുന്നത് പോലെ അവൾക്ക് തോന്നി. ദേഷ്യവും സങ്കടവും ഒന്നിച്ചുണ്ടായി സമയയ്ക്ക്. മുഖത്തെ ചുവപ്പ് കണ്ണിലേക്ക് പടർന്നു. കഴിഞ്ഞൊരു ദിവസം എന്റെ ഓട്ടോ ഇടിച്ചു മറിച്ചിട്ട് നീ നിന്റെ അമ്മയ്ക്ക് വായുഗുളിക വാങ്ങിക്കാൻ പോയതോർക്കുന്നോ? അതിന്റെ നഷ്ടപരിഹാരം എനിക്ക് കിട്ടണം. അതിനാ വന്നത്. പിന്നെ ആണുങ്ങളുടെ നേർക്കുള്ള നിന്റെ ഈ കൈ ഉയർത്തലുണ്ടല്ലോ, അത് വേണ്ട. വൃത്തികെട്ട മുഖമാണ് നിന്റേതെന്നൊന്നും ഞാൻ ഓർക്കുകയില്ല. അടിച്ച് കലക്കി കളഞ്ഞ്. ഇന്ദ്രൻ കൈതിരിച്ച് അവളെ വട്ടം കറക്കി മുന്നോട്ട് വിട്ടു. സ്കോർപിയോയുടെ ബോണറ്റിൽ ചെന്നിടിച്ച അവൾ വല്ല വിധേനയും താഴെ വീഴാതെ ബാലൻസ് പിടിച്ചു നിന്നു. പിന്നെ മുറിവേറ്റ ചെമ്പുലിയെപ്പോലെ വെട്ടിത്തിരിഞ്ഞു. എടാ, നീ എന്റെ മേൽ കൈവച്ചു അല്ലേ? നിനക്കിനി മാപ്പില്ല. അവൻ പുച്ഛിച്ചു ചിരിച്ചു. മാപ്പ് തരാൻ നീയാരാടി? രാഷ്ട്രപതിയോ? അത് പോട്ടെ, നീ എനിക്ക് ഓട്ടോ നന്നാക്കാനുള്ള പണം തരുന്നോ ഇല്ലയോ? ഇല്ലടാ പട്ടി, ഇല്ല. എങ്കിൽ അവൻ ബാക്കി പറയും മുൻപ് അവൾ റോഡിന്റെ സൈഡിൽ കിടന്നിരുന്ന ഒരു വേലിക്കമ്പ് വലിച്ചെടുത്തു. തന്നെ തല്ലാനാണ് എന്നാണ് ഇന്ദ്രൻ കരുതിയത്. പക്ഷേ ഭ്രാന്ത് പിടിച്ചതുപോലെ അവൾ സ്കോർപിയോയുടെ മുന്നിലെത്തി ഗ്ലാസ് തല്ലി തകർത്തു. അമ്പരന്നു പോയത് ഇന്ദ്രനാണ്. തുടരും.